ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജോയ്സ് TV എന്ന ടെസ്റ്റ്മെന്റ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. ഇന്ന് പകലിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായിട്ട് നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ശോഭന ഫ്രം ട്രിവാൻഡ്രം. പ്രിയ സഹോദരിയെ ഈ ജോയ്സ് TVയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. സന്തോഷമായിരിക്കുന്നു. എന്തൊട്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു പാസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരിയുടെ ജീവിത അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് നമുക്കൊരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ നാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരി ശോഭനയുമായി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. താൻ ജീവിതത്തിൽ കടന്നുപോയ അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഷെയർ ചെയ്യുവാൻ സ്വർഗം ഒരവസരം കർത്താവ് ദാനമായി ചെയ്തതോർത്ത് സ്തോത്രം. ദൈവകരങ്ങളിൽ എളിയവരെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ സഹോദരി, തുടർന്നുള്ള സമയങ്ങൾ പ്രിയ സഹോദരിയുടെ സാക്ഷ്യങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഷെയർ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലത്ത് ജോയ്സ് TVയിലൂടെ ഇന്നൊരു സാവകാശം സർവശക്തനായ ദൈവം അടിയൻ ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കാരണം ഇങ്ങനെ ഒരു ചാനലിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ദൈവദാസനെയും ദാസിയെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ചാനൽ ഉള്ളത് കൊണ്ട് അനേക ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് അനേക ദേശങ്ങള് ഭൂമിയുടെ അറ്റത്തിരുന്ന് അനേകർക്ക് സാക്ഷ്യം കേൾപ്പാൻ, ഇത് അനേകരുടെ ജീവിതത്തില് ഒരു വിടുതലായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ, എന്റെ സാക്ഷ്യം ദൈവനാമത്തിൽ അത് പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവനാമത്തില് നന്ദി പറയുന്നു. സർവശക്തനായ ദൈവം സകല മാനവും മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. നേരത്തെ ദേവദാസൻ പറഞ്ഞതുപോലെ എന്റെ പേര് ശോഭന എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് വലിയതുറ എന്ന ദേശത്ത് ഒരു കൊച്ചു വാടക ഭവനത്തില് എനിക്കൊരു മോളുണ്ട്. ഞാൻ മോളുമായി കഴിയുന്നു. ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. എന്റെ ജീവിതത്തിൽ കർത്താവിനെ അറിയുവാനുള്ള സാഹചര്യവും കർത്താവ് ചെയ്ത നന്മകളും കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഉണ്ടായ സാഹചര്യങ്ങളും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടുവിൽ ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എടുത്തു പറയുവാൻ പുകഴ്ചയായി ഒന്നും എന്റെ ജീവിതത്തിലില്ല. പാരമ്പര്യം പറയുവാൻ എനിക്കൊന്നുമില്ല. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് ഉയർത്തുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്നെ ഇതുവരെയും കൊണ്ടുവന്ന ദൈവം, ഇതുവരെയും നടത്തിയ ദൈവം, മനുഷ്യരാൽ തള്ളപ്പെട്ടും മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ടും ഉറ്റവർ ഉറവേർ, അത് സ്നേഹിക്കേണ്ടവർ കരുതേണ്ടവർ മാറ്റി നിർത്തിയപ്പോൾ സകല കൃപാലുവായ ദൈവം എന്നോടും എന്റെ കുടുംബത്തോടും എന്റെ തലമുറയോട് കാണിച്ച നല്ല സ്നേഹത്തെ ഓർത്ത് ഞാൻ ആദ്യം നന്ദി പറയുന്നു. ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ എന്റെ പേര് ശോഭന എന്നാണ്. ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു സഹോദരിയാണ്. എനിക്ക് അപ്പനും അമ്മയും അതുപോലെ ഞങ്ങള് 5 സഹോദരങ്ങൾ, എനിക്ക് താഴെ 4 സഹോദരങ്ങളുണ്ട്. ഇന്ന് ഭൂമിയിൽ അവര് അമ്മ മരിച്ചു, അപ്പൻ മരിച്ചു, അതുപോലെ സഹോദരങ്ങൾ 3 പേർ മാറ്റപ്പെട്ടു. ഇന്ന് ഏറ്റവും മൂത്ത ഞാനും ഏറ്റവും ഇളയ അനിയത്തിയുമായ ഞങ്ങൾ 2 പേരുമാണ് ഇന്ന് ഭൂമിയിൽ ശേഷിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ നാമത്തിന് നന്ദി പറയുന്നു. ഹിന്ദുവായിരുന്ന എന്റെ ജീവിതത്തില് എന്റെ അമ്മയുടെ അച്ഛൻ ഒരു മന്ത്രവാദിയായിരുന്നു. ആ മന്ത്രവാദ കുടുംബത്തില് ജനിച്ച എനിക്ക് സത്യദൈവം എന്തെന്നോ യേശുക്രിസ്തു ആരെന്നോ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇത് എന്റെ അമ്മയപ്പന്മാരോടും അന്നത്തെ കാലഘട്ടത്തില് സുവിശേഷം പറഞ്ഞ് അവരെ ഈ വിശ്വാസത്തിൽ കൊണ്ടുവരുവാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹിന്ദുവായി വളർന്നു, അമ്പലങ്ങളിൽ പോയി പൂജാകർമ്മങ്ങൾ ചെയ്തു. ഭവനത്തിന്റെ ഉള്ളറകളിൽ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഒരു മുറി തന്നെ അതിനായി പൂജാമുറിയായി ഒരുക്കി പൂജ ചെയ്ത് അപ്പൻ, ഞാൻ പറഞ്ഞല്ലോ അപ്പന്റെ ഞങ്ങൾ അപ്പൻ എന്നാണ് വിളിക്കുന്ന അമ്മയുടെ അച്ഛന്. ആ അപ്പൻ ഒരു മന്ത്രവാദിയായിരുന്നു. ആ ദേശത്തിന് പേര് കേട്ട ഒരാളായിരുന്നു. പണ്ട് പട്ടാളത്തിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പ്രവർത്തിക്കായിട്ടാണ് അന്ന് ആ അപ്പൻ പിരിഞ്ഞത്. എന്നാൽ മന്ത്രവാദങ്ങൾ ചെയ്ത് അനേക സ്ഥലങ്ങളിൽ പോയി മന്ത്രവാദം ചെയ്ത് കൊണ്ടുവന്ന ആഹാര പദാർത്ഥങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് വളരെ കഷ്ടവും ഞെരുക്കവും ഉള്ള കാലഘട്ടങ്ങളാണ്. സാമ്പത്തികമായി ഉയർച്ചകളൊന്നുമില്ല, സാമ്പത്തികമായി പറയത്തക്കതൊന്നുമില്ല.
എന്നാൽ ആ മന്ത്രവാദം ചെയ്തു കൊണ്ടുവരുന്ന സാധാരണ ഈ മന്ത്രവാദികൾ പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോൾ വലിയൊരു ലിസ്റ്റ് അവർ കൊടുക്കും. ഇന്ന ഇന്ന സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് അവര് ആവശ്യപ്പെടുന്നതും അവരുടെ ആവശ്യത്തിനുമായിട്ട് ഒത്തിരി ഒരു വലിയ ലിസ്റ്റ് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ എൻ്റെ അപ്പനും അങ്ങനെ ലിസ്റ്റ് കൊടുത്തു. അവർ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം പൂജ ചെയ്ത് കോഴി അറുത്ത് രക്തം അവിടെ ഒഴിച്ച് കബഡി നിരത്തി അതൊക്കെ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് ഒരു ചാക്ക് തന്നെ സാധനം ഉണ്ടാകും. അവില്, പഴം, പൊരി, കോഴി, അതുപോലെ കോഴി, പിന്നെ എന്താണ് പറയേണ്ടത്, തേങ്ങ എല്ലാം, അവില്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ അപ്പൻ കൊണ്ടുവരും. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ഇതുമായി പ്രതീക്ഷിച്ചിരിക്കും. അന്ന് എൻ്റെ അച്ഛൻ കൂലി വേല ചെയ്യുന്ന സമയമാണ്. അമ്മയും അങ്ങനെ തന്നെയാണ് ഞങ്ങളെ പോറ്റി പുലർത്തിയത്. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അപ്പൻ ഈ പൂജാകർമ്മങ്ങൾ ചെയ്ത് കൊണ്ടുവരുന്ന ഭക്ഷണം ഭക്ഷിക്കാനായിട്ട് ഞങ്ങളുടെ അയൽവാസികൾ തന്നെ കുഞ്ഞുങ്ങൾ വന്നുകൂടും. ഈ ആഹാരത്തിനായിട്ട് അപ്പൻ കൊണ്ടുവന്ന് ഇതെല്ലാം എല്ലാവർക്കും കൊടുത്ത് ഭക്ഷിച്ചിരുന്നു. എന്നാൽ വിഗ്രഹാർപ്പിതം ശാപമാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. കാരണം അന്ന് ഞങ്ങളുടെ കണ്ണിനെ അന്ധത പിടിച്ചു, ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി ശത്രുവായവൻ ഞങ്ങളെ അടച്ചു വെച്ചിട്ട് നിർത്തിയെന്ന് ഞങ്ങൾക്ക് അതൊന്നും അറിയാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അന്നത്തെ കാലത്ത് സുവിശേഷം പറഞ്ഞ ആ തിരുവനന്തപുരത്ത് ഈ ട്രിവാൻഡ്രം എയർപോർട്ട് വിമാനത്താവളത്തിന്റെ അവിടെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഒരിക്കലും ഞാന് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്കൂൾ എന്ന് വെച്ചാൽ തോപ്പ് ഭാഗത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ കടന്നു പോകുന്ന സമയത്ത് തന്നെ ആ ചർച്ച് കഴിഞ്ഞാണ് ഞങ്ങൾ സ്കൂളിലേക്ക് ചെന്ന് കയറുന്നത്. അവിടെ ഒരു മറിയ ഒരു മകനെ മടിയിൽ വെച്ചിരിക്കുന്ന ഒരു രൂപമുണ്ട്. ആ രൂപത്തിന്റെ അടുക്കൽ എല്ലാവരും പോയി. എന്റെ കൂട്ടുകാരികളൊക്കെ പോയി മെഴുകുതിരി കത്തിക്കും, ശാമ്പ്രാണിത്തിരി കത്തിക്കും. എന്നെയും കൂട്ടും. ഞാനും പോയി അവർ ചെയ്യുന്നത് പോലെ കുരിശു വരിച്ചും ഇങ്ങനെയൊക്കെ കാണിക്കുന്ന അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ യേശുവിന്റെ പേര് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ കണ്ട ദൈവങ്ങൾ ഭയാനകമായതും, നമ്മൾ ഒരമ്പലത്തിന്റെ നടയിൽ പോയാൽ ഭയാനകമായ സ്വരൂപങ്ങളെ വിഗ്രഹങ്ങളെ കൊത്തി വെച്ചിരിക്കുമ്പോൾ അന്നൊക്കെ അച്ഛനോട് ചോദിക്കും, അച്ഛാ എന്തുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കണം? അത് പേടിക്കണ്ട, ഇത് ദേവനാണ്, ഇത് ദേവിയാണ് എന്ന് പറയും. എന്നാൽ നമുക്ക് അങ്ങോട്ട് നോക്കാൻ തന്നെ ഭയം തോന്നും. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ കരം അന്ന് തൊട്ടേ ജനിച്ച നാൾ മുതൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിയുന്ന ഒരു ദൈവത്തെ കാണുവാൻ ഞങ്ങൾക്ക് കഴിയാത്ത അവസ്ഥകൾ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ സ്കൂൾ പഠനങ്ങൾ ആയിരിക്കുമ്പോൾ എൻ്റെ 12 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് കഷ്ടതയുടെ നാളുകളായിരുന്നു. അച്ഛൻ മരിച്ചു. അത് കഴിഞ്ഞ് ഈ അപ്പൻ ഞാൻ പറഞ്ഞതുപോലെ മന്ത്രവാദം ചെയ്ത് കൊണ്ട് വീട്ടിൽ കയറുന്നുമ്പേ ഇങ്ങനെ ഒരു വാക്കുച്ചരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ആളെ കണ്ടിട്ടില്ല. പറയുന്നത്, ഇന്നു മുതൽ ഇത് നിന്റെ ഭവനമാണ്, നീ ഇവിടെ ജീവിക്കണം, എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ഭയപ്പെടുത്തരുത്, അവർക്ക് ഭയം വരുന്ന ഒന്നും നീ ചെയ്യരുത്, ഇന്നു മുതൽ നീ അവരെ സൂക്ഷിക്കണം. പക്ഷെ ഞങ്ങൾ ആരും ആളെ കാണുന്നില്ല. പലപ്പോഴും അതിനകത്ത് സന്ധ്യയ്ക്ക് ആൽത്തറയിൽ വിളക്ക് കത്തിക്കുക, വിളക്ക് തേച്ച് കത്തിക്കുക, ഇതൊക്കെ എന്റെ ഡ്യൂട്ടിയായിരുന്നു. കാരണം കുടുംബത്തിലെ മൂത്ത സന്താനമാണ് ഞാൻ. അപ്പോ അങ്ങനെ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം, ആമേൻ, സ്തോത്രം, എത്ര വർണ്ണിച്ചാലും ദൈവത്തിന്റെ പ്രവൃത്തികളെ നമുക്ക് വർണ്ണിച്ചാലും തീരില്ല. അങ്ങനെ ഇരിക്കെ ഈ അപ്പന് രോഗം പിടിച്ചു. രോഗമെന്ന് വെച്ചാൽ ശരീരം മൊത്തം ഇങ്ങനെ ഈ വ്രണങ്ങൾ ബാധിക്കപ്പെട്ട് ശരീരത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്ന ഒരു അനുഭവം, ആ രോഗമാണ് വന്നു കൂടിയത്. എന്നാൽ അപ്പന് നടക്കാൻ വയ്യ. പിന്നത്തേല് ആ അപ്പൻ തീരെ വയ്യാതായി, പിന്നെ മരണപ്പെടുവാനിടയായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, മന്ത്രവാദികളുടെ ആ എല്ലാ പ്രവൃത്തികളും ദൈവം അത് നിഷ്ഫലമാക്കി കളയും. അങ്ങനെ ഈ അമ്മയുടെ അപ്പൻ മരണപ്പെടുവാനിടയായി. അപ്പോ ഈ അപ്പച്ചൻ ചെയ്തത് അല്ലെങ്കിൽ അപ്പൻ ചെയ്തതായ ദോഷ പ്രവൃത്തികളെല്ലാം അന്യ സ്ഥലങ്ങളിൽ പോയി അവിടെ നിന്ന് ബാധ ഒഴിപ്പിച്ച് ഭൂതത്തെ ഒഴിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു പരിപാടിയാണ് അന്ന് ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത്, ഈ അപ്പച്ചൻ. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾക്ക് ആ ഭവനത്തിൽ സ്വസ്ഥതയില്ലാത്ത അനുഭവമായി, സന്തോഷമില്ലാത്ത അനുഭവമായി, നന്മകൾ വന്ന അത് നിൽക്കാത്ത അനുഭവങ്ങളായി, കഷ്ടത ഏറി വന്നു. ഞങ്ങളുടെ സ്വന്തമായ സ്ഥലം അന്നത്തെ കാലത്ത് അത് വിൽക്കേണ്ടി വന്നു. അച്ഛന് പിന്നെ എയർപോർട്ടിലേക്ക് ജോലി ലഭിച്ചു, അമ്മയ്ക്കും കിട്ടി.
പിന്നെ അച്ഛൻ അമ്മയെ പോകണ്ടെന്ന് പറഞ്ഞു. അമ്മ ജോലി നിർത്തി. എന്നാൽ അച്ഛന് എയർപോർട്ടിൽ ജോലിയുണ്ട്, നല്ല ശമ്പളം, നല്ല സന്തോഷമായി ഞങ്ങളെ നോക്കുന്ന ഒരു പിതാവാണ്. മദ്യപിക്കുമ്പോൾ എയർപോർട്ടിൽ പോയിട്ട് വരുമ്പോൾ അച്ഛൻ കുഞ്ഞുപ്രായത്തിലെ ഞാൻ കണ്ടിട്ടുള്ളത് ചെറിയ ബോട്ടില് ടിന്നില് ബിയറൊക്കെ കൊണ്ടുവരും. ബിയർ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഒഴിച്ചു തന്നിട്ട് പറയും, മക്കളെ നിങ്ങൾ കുടിച്ചോ, ഇതൊക്കെ ശരീരത്തിന് നല്ലതാണെന്ന് പറയും. അന്നൊന്നും നമുക്കറിയത്തില്ല ഇത് തെറ്റാണ്, പാപമാണെന്ന്. അച്ഛനും അതിന്റെ അറിവില്ലായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ ക്യാൻസർ വന്ന സമയത്ത് പൂജാരി ജോത്സ്യന്റെ അടുക്കൽ ചെന്നു. ജോത്സ്യൻ കബടി നിരത്തിയിട്ട് പറഞ്ഞു, ക്ഷേത്രത്തിൽ പോയി 41 ദിവസവും ദീപാരാധന തൊഴണമെന്നു. എന്നാൽ 41 ദിവസവും എൻ്റെ അച്ഛൻ ഈ ക്യാൻസർ ബാധിച്ച വയറ് മൊത്തം നീരായി. എൻ്റെ അച്ഛൻ ആ ക്ഷേത്രത്തിൽ, അതായത് തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം എന്ന് പറയുന്ന ക്ഷേത്രത്തില് അവിടെ തങ്ങിക്കിടക്കുവാനിടയിൽ. കാരണം സൗഖ്യമാകണമല്ലോ, തന്റെ രോഗത്തിന് ഒരു വിടുതൽ വേണമല്ലോ. അസാധ്യമായ വേദനകള് അച്ഛന് വന്നു പിടിക്കാറുണ്ട്. അതൊക്കെ ഞങ്ങൾ കുഞ്ഞു പ്രായത്തിൽ കണ്ടു നിൽക്കാനേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ പറയട്ടെ, അച്ഛൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 41 ദീപാരാധനയും കഴിഞ്ഞ് അച്ഛൻ വീട്ടിലേക്ക് മടങ്ങി വന്നു. എന്നാൽ പിന്നത്തിൽ അച്ഛനൊരു സൗഖ്യം ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, ഇത്രയും സൗഖ്യമാക്കും. അന്നത്തെ അങ്ങനെ പറയാൻ തന്നെ അറിയാത്ത കാലഘട്ടമാണ്. എന്നാൽ അച്ഛൻ സുഖമാകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തിരുന്നിട്ടും അത് സംഭവിച്ചില്ല. നാളുകൾ കഴിഞ്ഞു, അച്ഛൻ മരണപ്പെടുവാനിടയായി. അച്ഛൻ മരിച്ചതോടുകൂടെ ഞങ്ങളുടെ ഭവനത്തിന്റെ സ്ഥിതികൾ മാറുവാൻ തുടങ്ങി. സന്തോഷം ഉണ്ടായിരുന്ന സ്ഥാനത്ത്, സമാധാനം ഉണ്ടായിരുന്ന സ്ഥാനത്ത് എത്ര കഷ്ടപ്പാടാണെങ്കിലും മദ്യപിച്ചാലും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ നന്നായി നോക്കുന്നൊരു അച്ഛനാണ്. അച്ഛൻ മരിച്ച സമയത്ത് പിന്നെ അമ്മ വീണ്ടും കൂലിവേലയ്ക്ക് ഇറങ്ങി. അപ്പോഴെനിക്ക് 12 വയസ്സെന്ന് ഞാൻ പറഞ്ഞല്ലോ. 12 വയസ്സിൽ എൻ്റെ അമ്മ സ്കൂൾ പഠനം നിർത്തി. പിന്നെ അമ്മയുടെ കൂടെ കൂലിപ്പണിക്ക് പോകാൻ നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോകും. ചെറിയ ചെറിയ കോൺക്രീറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയി ആ എയർപോർട്ട് ഭാഗത്ത് ഒത്തിരി ജോലി ചെയ്യുവാനിടയായി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അമ്മ രണ്ടാമതൊരു വിവാഹം കഴിഞ്ഞു. അത് ഞങ്ങളുടെ ബന്ധത്തിൽ ഞങ്ങളെ അച്ഛന്റെ മുറയ്ക്ക് അനിയനാണ്. ആ മനുഷ്യനും മദ്യപാനിയായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ കുടുംബത്തിന് സ്വസ്ഥതയില്ല. അമ്മയെ നന്നായി ഉപദ്രവിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സമയത്ത് ആ മനുഷ്യൻ അമ്മയെ വിട്ടു പോകുവാനിടയായി. പിന്നെ ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. ഒരു ആഹാരത്തിന്, ഒരു വസ്ത്രത്തിന് ആ മുമ്പേ ഉണ്ടായിരുന്നപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയുവാൻ അങ്ങനെ അറിയാതെയാണ് എൻ്റെ അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. എന്നാൽ പിന്നത്തേക്ക് ഈ കൂലിപ്പണിയെല്ലാം ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് വിദേശത്ത് പോകാൻ ഒരു സാഹചര്യം ദൈവം ഒരുക്കി. ഇന്നാണ് അതൊക്കെ അറിയാനുള്ള ഒരു ബോധം ദൈവം തന്നത്. അത് ദൈവമാണ് ചെയ്തതെന്ന് നമ്മുടെ പാപങ്ങളെ കുറിച്ച് പറഞ്ഞു തരുവാനോ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്ന് ഗ്രഹിക്കുവാനോ, നമ്മളെ ഒന്ന് ഉപദേശിക്കുവാനോ അന്നത്തെ കാലത്ത് ആരുമില്ല. അമ്മ വിദേശത്ത് പോയി ഒത്തിരി വർഷം ആ സൗദിയുടെ പ്രദേശത്തായിരുന്നു. അവിടെ പിന്നെ അമ്മ മുസ്ലിം വേദം ധരിച്ചു, മുസ്ലിമായി. പിന്നത്തേല് ഭവനത്തില് 8 വർഷം കഴിഞ്ഞിട്ട് വന്നു. സമ്പാദ്യമെല്ലാം അവിടെ ഇരുന്ന് അയക്കുന്നതൊക്കെ ഞങ്ങള് മറ്റു ദൂർത്തടിച്ച് സിനിമ കണ്ടും ഭക്ഷണം വീട്ടിൽ വെക്കത്തില്ല, അങ്ങനെ കടയിൽ നിന്നൊക്കെ കഴിച്ചും നാട്ടുകാർക്ക് കൊടുത്തും കൂട്ടുകാർക്ക് കൊടുത്തും ആ നന്മകളെല്ലാം ആ ഭവനത്തിൽ ചോർന്നുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സ്വന്തം ഭവനം വിട്ടിട്ട് അതിനോട് ചേർന്ന് ഈ അപ്പന്റെ ഭവനത്തില് ഞങ്ങൾ പിന്നെ മാറി താമസിക്കുവാനിടയായ. എന്നാൽ അവിടെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ കഷ്ടതകളൊക്കെയും വരുന്നത്. എന്നാൽ സർവശക്തനായ ദൈവം മുന്നമേ കണ്ടതുകൊണ്ട് ജീവിതത്തിന്റെ ആ മേടുകള്, കഷ്ടതയുടെ നടുവുകള് ഞങ്ങൾ തകർന്നു പോകാതെ, നുറുങ്ങിപ്പോകാതെ ദൈവം അവിടെ ഞങ്ങളെ നിർത്തി. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് 1-2 ദേവദാസന്മാരൊക്കെ ഞങ്ങളുടെ ഭവനങ്ങൾ വന്നു തുടങ്ങി. ചെങ്കച്ചുള്ള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ദാസൻ എന്ന് പറയുന്ന ഒരു ദാസി ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. കാരണം ഈ ബന്ധുക്കോസുകാരെ എനിക്ക് ഇഷ്ടമില്ലാതെ എന്ന് പറയുന്നത്, ഇവരൊക്കെ പണ്ട് ആൾക്കാർ പറയുന്നത് ഇവരൊക്കെ തിന്നാനും കുടിക്കാനും നടക്കുന്നവരെന്ന് പറഞ്ഞ് ഞാനും അപ്രകാരം അവരെ പറയുവാൻ തക്കണ ഇടയായി. അപ്പുറത്തെ അടുത്ത വീട്ടിൽ വരുമ്പോഴേ ഞാൻ എന്റെ കഥ അടച്ചു കളയും. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവര് വന്ന് ഞങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഞാൻ അകത്തിരിക്കും ഒളിച്ച്, എന്റെ മകളും വീട്ടിനകത്തിരിക്കും. എന്റെ മകളോട് വചനങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർ പോകും. പക്ഷെ അതൊക്കെ ദൈവം
ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളായിരുന്നു. കാരണം ഞങ്ങളെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു നിയോഗമായിരുന്നു എന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഒത്തിരി കഷ്ടങ്ങൾ പെട്ടു. ആ ഭവനത്തിൽ പിന്നെ ഞങ്ങൾക്ക് എന്റെ സഹോദരൻ കുഞ്ഞായിരുന്നു, ഒരു 10-16 വയസ്സിൽ തന്നെ ഗുണ്ടായുസത്തിന് പോയി. പിന്നെ ഗുണ്ടായുസത്തിന് പോയി പോലീസ് ഞങ്ങളുടെ ഭവനത്തിൽ വരാൻ തുടങ്ങി. സമാധാനമില്ലാത്ത അനുഭവങ്ങൾ. അപ്പോഴും അമ്മ സൗദിയുടെ പ്രദേശത്താണ്. അങ്ങനെ ഇരിക്കെ എന്റെ സഹോദരൻ ഒരു പിടിച്ചു പറിക്കാനിൽ അകപ്പെട്ടു. അങ്ങനെ ആയപ്പോൾ പിന്നെ ഒട്ടും സമാധാനമില്ലാതായി. ജോലി ചെയ്താൽ കൊണ്ടുവന്നാൽ നമുക്ക് ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എന്റെ അച്ഛൻ മരിക്കുവാനിട എന്ന് പറഞ്ഞല്ലോ, ഒത്തിരി കഷ്ടങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബമായി കടന്നുപോയി. അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു. അങ്ങനെ നന്മകൾ തന്നു. ആ ഭവനത്തിൽ പിന്നത്തേതിന് ഞങ്ങൾക്ക് പാർക്കുവാൻ കഴിയാത്ത അവസ്ഥ വന്നു. ശരീരം മുഴുവനും ചൊറിഞ്ഞിട്ട് രോഗത്തിന്റെ ലക്ഷണങ്ങള്, എന്നാൽ ശരീരത്തിൽ ഒരു വ്രണങ്ങളോ ഒന്നുമില്ല. ആ ഭവനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറണം എന്നുള്ള ഒരു ചിന്തയായി ഞങ്ങൾ ആ സ്ഥലം വിറ്റിട്ട് ആ കാശുമായിട്ട്, അന്ന് എന്റെ ഭർത്താവ് പിന്നത്തേല് ഭർത്താവ് പോയി ഗൾഫിലേക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ഥലം വിറ്റ് ഞങ്ങൾ നേരെ കോട്ടൂർ എന്ന പ്രദേശത്തേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് സഹോദരൻ ഈ വിറ്റ കാശ് കൊണ്ടുവന്ന് മദ്യം ചാരായം വാറ്റ് തുടങ്ങി കൂട്ടുകാരൊക്കെ ആയിട്ട്. അന്നും ഈ കാശെല്ലാം അവിടെ നശിപ്പിച്ചു. മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണം? ഞങ്ങൾ അവിടെ വളരെയേറെ കഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ആ ഗ്രാമത്തിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഒരു പണിയെടുക്കുന്ന, അവിടെ ഈ റബ്ബർ എടുക്കുന്നതും ഒട്ടുക പറക്കുന്നതും ഇതൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ പലരോടൊപ്പം ഞാനും ഒട്ടുകറ എടുക്കാനായിട്ട് പോയി. നമുക്ക് ഈ പണിയൊന്നും അറിയത്തില്ല. റബ്ബർ പറക്കി തൂക്കി വിറ്റാ അത് കാശ് കിട്ടുമെന്ന് പറഞ്ഞു. ആ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞങ്ങള് വളരെയേറെ ദൈവം അവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ പഠിപ്പിക്കുവാൻ തക്കണേ. അത് 2003 അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിന്റെ ഓണറുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന അവര് തുടങ്ങി. അത് ഒരു ചേച്ചിയാണ് ആ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ചേച്ചി ഞങ്ങളും വരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ, അതിനു മുമ്പ് ഒരു വിഷയം വിട്ടുപോയി. ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ചില ദൈവദാസന്മാർ ഞങ്ങളെ ആലയത്തിലേക്ക് വിളിച്ചു. ഞങ്ങൾ കടന്നുപോയി പ്രാർത്ഥനയിൽ പങ്കെടുത്തു. എന്നാൽ പിന്നത്തേന് ഞങ്ങൾ ആ ആലയത്തിൽ പോകാതെ അതിനെ പിന്നെയും മറന്നുകൊണ്ട് അമ്പലങ്ങളിലൊക്കെ പോകുവാൻ തുടങ്ങി. ദൈവത്തിന് മഹത്വം. എന്നാൽ ഈ സമയത്തും ദൈവത്തിന്റെ സ്നേഹമാണ് ഞങ്ങളെ തിരഞ്ഞു വരുന്നതെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ബുദ്ധിയോ ഒരു അറിവോ ഞങ്ങൾക്കില്ലാതായി പോയി. എന്നാൽ ഈ സമയത്തൊക്കെ അങ്ങനെ ഞങ്ങൾ ആ വാടക ഭവനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഉച്ച സമയം ഒരു ബൈബിള് ഞങ്ങൾക്കൊരു ദൈവദാസൻ തന്നിരുന്നു. ഈ ബൈബിള് ആ മൂലയ്ക്ക് കൊണ്ടുവന്ന സാധനങ്ങളോടൊപ്പം തന്നെ കെട്ടിവെച്ചിരുന്ന അനുഭവം എനിക്ക് എന്റെ ഉള്ളിൽ പറഞ്ഞു, ആ ബൈബിൾ എന്നെടുത്ത് വായിക്കണമെന്ന്. ഞാൻ ആ ബൈബിൾ എടുത്ത് വായിച്ചു. ആ ലേവിയ പുസ്തകം വായിച്ചിട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തെ ശുദ്ധി വരുത്തുന്നതും ഒരു സ്ത്രീ ഋതുവായാൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആ വാക്യങ്ങൾ ഞാൻ ഇങ്ങനെ വായിച്ചിട്ട് ഞാൻ അല്പസമയം ഒന്ന് ഉറങ്ങില്ല, ഉണർന്നു തന്നെ ഇരിക്കുന്ന സമയം പോലെ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു കാഴ്ച കാണുവാനിടയായി. ഒരു പുരോഹിതൻ അടുത്ത് നിൽക്കുന്നു. ഒരു സ്ത്രീ ഭൂതം ബാധിച്ച് അലറുവാൻ തുടങ്ങുന്നു. അലറിക്കൊണ്ടേയിരിക്കുന്നു. അതിന്റെ തൊട്ടടുത്ത് ഞാനുമുണ്ട്. അപ്പോ എന്റെ കയ്യിലോട്ട് ഒരു വടി ഇങ്ങനെ തന്നിട്ട് പറഞ്ഞു, നീ അതിനെ അടിക്ക, ശാസിക്ക, ഇങ്ങനെ പറയുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്ത് എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ആ സ്വപ്നം കണ്ടിട്ട് ഞാൻ എഴുന്നേറ്റിട്ടും എന്റെ മനസ്സിൽ ഇത് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ട് പ്രയാസം തോന്നി എനിക്ക്. ഇതെന്താണ് എന്താണ് എന്താണ് ഇതിന്റെ പൊരുളോ അർത്ഥങ്ങളോ നമുക്കറിയത്തില്ല. അങ്ങനെ 2003 ഞാൻ ഈ സ്വപ്നം കാണുവാനിടയായി. അത് കഴിഞ്ഞ് ഈ സ്വപ്നം ഞാൻ 3 പ്രാവശ്യം ആ കോട്ടൂരിന്റെ പ്രദേശത്ത് വെച്ച് ഞാൻ ഈ സ്വപ്നം കാണുവാനിടയായി. അന്ന് അതിന്റെ അർത്ഥം പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഞങ്ങൾ പോയ ആ ചർച്ചിലോ ആ സഹോദരിക്ക് പറഞ്ഞു തരുവാനോ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും ഞങ്ങൾ ചർച്ചില് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഭവനത്തിന്റെ താഴ്വാരത്തുകൂടി ഒരു ദൈവദാസൻ പോകുന്നത് കണ്ടു. അപ്പൊ എന്നോട് ചോദിച്ച, സഹോദരി വീട്ടിലോട്ട് വന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു വന്നോ പാസ്റ്റർ എന്ന് പറഞ്ഞു. ഈ ദൈവദാസൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് ഒരു ആലോചന പറഞ്ഞു. അത് ഈ ആലോചന ഇങ്ങനെയാണ്,
സിസ്റ്ററെ, ഞാൻ അന്ന് ആ ദേവദാസ് അന്യ ഭാഷയിൽ ആരാധിച്ചിട്ട് അതിന്റെ അജ്ഞാനത്തോടെയാണ് എന്നോട് സംസാരിച്ചത്. അന്നതിരിക്ക് അതിന്റെ പൊരുൾ അറിയില്ല. ഞാനും വിചാരിച്ചു എന്താണ് കർത്താവ് ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ, സ്തോത്രം. ഞാനും അതിച്ചിട്ട് ഞാൻ വിചാരിച്ചു, കർത്താവേ, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പിന്നെ ഞാൻ അതങ്ങനെ ഓർത്തു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എന്റെ ഉള്ളില് ദൈവത്തെ അന്വേഷിക്കണമെന്നുള്ള ഒരു ആ വാഞ്ച എന്റെ ഉള്ളില്, ഈ ബൈബിള് വായിക്കണമെന്നുള്ള ഒരു വാഞ്ച എന്റെ ഉള്ളിൽ വന്നു. ദൈവത്തിന് മഹത്വം. ഞാൻ ഈ സ്വപ്നത്തെ കുറിച്ച് പിന്നെ എനിക്ക് ഹൃദയത്തിനകത്ത് ആവലാതിയായി. എന്തായാലും ഞാൻ പിന്നത്തേതല്ല ബൈബിൾ എടുത്ത് വായിക്കുവാൻ തുടങ്ങി. ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ഉള്ളിൽ പിന്നെയും വായിക്കണം, പിന്നെ പ്രാർത്ഥനയ്ക്ക് പോകണം എന്നുള്ള ഒരു ചിന്തയായി. എന്നാൽ ആരെയും വകവയ്ക്കാതെ ജീവിച്ചിരുന്നിടത്ത് എന്റെ സഹോദരൻ, ഞാൻ പറഞ്ഞല്ലോ, വാറ്റുചാരായം കൊണ്ട് വിൽക്കാൻ തുടങ്ങി. അപ്പോഴോ എന്റെ സഹോദരൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ചേച്ചി വാറ്റുചാരായം പട്ടച്ചാരായം കൊണ്ടുവന്നിട്ട് പറഞ്ഞു. ഒരു ദിവസമേ ഞാൻ അത് ഉപയോഗിച്ചുള്ളൂ. കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഇതൊന്ന് കുടിക്കുക, ശരീരത്തിന് നല്ലതാ എന്ന് പറഞ്ഞു. എന്നാൽ അത് സഹോദരൻ നിർബന്ധിച്ച പ്രകാരം ഞാനത് കുടിക്കുവാനിടയായി. എന്നാൽ കുടിച്ചപ്പോൾ തന്നെ ആ തീ വിഴുങ്ങിയതുപോലെ ഇരുന്നു. സർവശക്തനായ ദൈവം അനേകരെ ഞാൻ ഇന്നും കാണുന്നുണ്ട്. സ്ത്രീകളൊക്കെ ഒത്തിരി മദ്യപിക്കുന്നവരുണ്ട്, അവർക്ക് നിർത്തുവാൻ കഴിയാത്ത അവസ്ഥകളിൽ കടന്നു പോകുന്നവരുണ്ട്. സർവശക്തനായ ദൈവം അന്ന് പകൽക്കാലമല്ലാതെ പിന്നത്തേത് തൊടുവാൻ ദൈവം ഇടയാക്കിയില്ല, അനുവദിച്ചില്ല. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് ഞങ്ങളെ സ്നേഹിച്ച വിധങ്ങൾ, കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾ, ഈ ജീവനുള്ള ദൈവത്തെ വിട്ടു നടന്ന അനുഭവങ്ങൾ, ആരെയും വകവയ്ക്കാതെ, ആരെയും അനുസരിക്കാതെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാനതിന് മറുപടി പറയും. എന്നാൽ ഇന്ന് പൽക്കാലം എനിക്ക് പറയുവാൻ ഒന്നുണ്ട്. എന്റെ കർത്താവായ യേശുവിന്റെ സ്നേഹം, ഞങ്ങളെ മാറോട് ചേർത്ത ആ സ്നേഹം, ആമേൻ, ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തെ ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നത്തേല് ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഈ ദേവദാസൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പ്രിയദാസിയെ, അന്ന് ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, എന്നെ അങ്ങനെയാണ് വിളിച്ചത്. പ്രിയദാസിയെ, നിങ്ങളോടൊരു ദൈവത്തിന്റെ ആലോചന അറിയിക്കേണ്ടതുണ്ട്. നിങ്ങളെ നിങ്ങളുടെ മകളെ കുറിച്ച് ദൈവത്തിന്റെ വേലയ്ക്കാണ് കണ്ടിരിക്കുന്നത്. ഞാൻ കാണുന്നത് നിങ്ങളുടെ തോളിലൊരു സഞ്ചി തൂക്കി അതിനകത്ത് കുറെ ട്രാക്റ്റുകൾ നിങ്ങളുടെ മകളുടെ കൈയും പിടിച്ച് നടക്കുന്നതായ അനുഭവം. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ദേവദാസൻ പോകുവാനിടയായി. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ ഈ ദേശം വിട്ടു പോകും. എവിടെ പോകുമെന്ന് അന്ന് പറഞ്ഞില്ല. പക്ഷെ അന്ന് ആ ദൂത് പറഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ആന്റിയുടെ മകൻ ഞങ്ങളെ വന്ന് കണ്ടു. ഞങ്ങൾ ആ ദേശത്ത് നിന്ന്, അമ്മേന്റെ ഭർത്താവ് ആ നാട്ടിലേക്ക് വരുവാനിടയായി. ആ കോട്ടൂര് ദേശത്ത് നിന്ന്, മലവിള ദേശത്ത് നിന്ന് ഞങ്ങൾ നേരെ തിരുവനന്തപുരം പട്ടണത്തിലേക്ക് വീണ്ടും ഞങ്ങളെ ദൈവം കൊണ്ടുവന്നു. അമ്മ ഞാൻ പറഞ്ഞല്ലോ, അവിടെ വെച്ച് 3 പ്രാവശ്യം ദൈവം തന്ന ദർശനം. പിന്നെ അങ്ങനെ ആലയത്തിലേക്ക് പോകുവാൻ ഒരു വാഞ്ച ഉണ്ടായി. അനേകര് വന്നു കയറുമ്പോൾ ഞാൻ പറയും പ്രാർത്ഥിക്കുക. അങ്ങനെ സന്തോഷത്തോടെ പിന്നീട് ഞങ്ങൾക്ക് സമാധാനം. ഈ പ്രാർത്ഥനയില് ഈ ദൈവത്തെ അറിഞ്ഞത് സ്നാനപ്പെട്ടിട്ടില്ല എങ്കിലും കർത്താവിന്റെ ആ സ്നേഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ അന്ന് 2024 ഡിസംബർ മാസം 25-ാം തീയതി പകല് ഞങ്ങൾക്ക് സ്നാനപ്പെടുവാൻ ഞങ്ങൾക്ക് ദൈവം അവസരം ഒരുക്കി. കാരണം എന്റെ അമ്മ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടില്ല, ഞാൻ സ്നാനപ്പെടുവാണെങ്കിൽ എന്റെ ഈ മൂക്കുത്തി ഊരി ഞാൻ കളയില്ല എന്ന് എന്റെ അമ്മ നിർബന്ധമായി പറഞ്ഞു. മറ്റതൊക്കെ ഊരിക്കളയാം, പക്ഷെ ഞാൻ സ്നാനപ്പെടില്ല. എന്റെ ഭർത്താവ് പറഞ്ഞു, നീ സ്നാനപ്പെട്ടോ, ഞാൻ സ്നാനപ്പെടില്ല. പക്ഷെ സ്നാനത്തിനായി കർത്താവ് ഞങ്ങളെ ഒരുക്കി. 2024 ഡിസംബർ മാസം 25-ാം തീയതി ഞങ്ങൾക്ക് കുടുംബമായിട്ട് 5 പേർക്ക് സ്നാനപ്പെടുവാൻ ദൈവ അവസരം ഒരുക്കി. കാരണം എന്റെ ഭർത്താവ് സ്നാനമേൽക്കയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്നാനപ്പെട്ട് ആ സ്നാനത്തൊട്ടിയിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ എന്റെ ഭർത്താവിന്റെ ദൈവദാസനോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന്. ദൈവത്തിന് മഹത്വം, ദൈവം ചെയ്ത നന്മകളെ ആമേ സ്തോത്രം. അങ്ങനെ ഞങ്ങള് കുടുംബമായി, ഞാൻ, എന്റെ മകൾ, എന്റെ അനുജത്തി, എന്റെ അമ്മ, എന്റെ ഭർത്താവ്, ഞങ്ങൾ 5 പേരെന്ന് സ്നാനപ്പെടുവാനിടയായി. ദൈവത്തിന് മഹത്വം. അതുപോലെ
ഒത്തിരി ദൈവ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. ഞങ്ങൾ കണ്ട മ്ലേച്ഛകരമായ വിഗ്രഹങ്ങൾക്ക് ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയാതിരുന്നപ്പോൾ, ഞങ്ങളെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊന്നും അവിടെ ചെവി കൊണ്ട് കേൾക്കുവാൻ കഴിയാതിരുന്നപ്പോൾ, ഞങ്ങൾ പറഞ്ഞതൊന്നും കണ്ണുകൊണ്ട് ഗ്രഹിക്കുവാൻ, കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാതെ ആ ഊമ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെന്ന് ഞങ്ങൾ നമസ്കരിച്ചതൊക്കെ വൃഥാവായി പോയെന്ന് അന്ന് അമ്പലങ്ങളിൽ പോകുമായിരുന്നു. ഒരിക്കലൊരു ഞങ്ങൾ സ്വർണ്ണപ്പൊട്ട് നേർന്നു. അങ്ങനെ സ്വർണ്ണപ്പൊട്ടും വാങ്ങി മണ്ണാർശാലയിൽ പോയി എൻ്റെ മകൾക്ക് 1000 നാളായതുകൊണ്ട് എല്ലാ മാസവും എണ്ണയും പാലും കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് പിന്നെ എൻ്റെ സഹോദരന്റെ ഒരു സർപ്പത്തെ കല്ലിൽ കൊത്തി ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ആരാധിച്ചു. മണ്ണാർശാലയിൽ പോയി നേർച്ച കൊടുത്തു. അവിടെ ഉള്ളതൊക്കെ കണ്ടപ്പോഴും എനിക്ക് ഭയമായിരുന്നു. കുളത്തിലിറങ്ങി കുളിക്കാൻ തന്നെ എനിക്കൊരു ഭയമായിരുന്നു. സർവശക്തന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ വീണ്ടും കടന്നു വന്നിട്ടാണ് ഈ പാപവഴികൾ ഞങ്ങൾ ആയിരുന്നിടത്ത്, ഞാൻ പറഞ്ഞല്ലോ, മ്ലേച്ഛകരമായ വിഗ്രഹങ്ങളെ ആരാധിച്ചു പോകുന്ന ഇടത്തു നിന്നും, പാരമ്പര്യത്തിന്റെ ആ ശാപത്തിന്റെ ശക്തികൾ നിറഞ്ഞ ആ ഭവനത്തിൽ നിന്നും കർത്താവ് ഞങ്ങളെ മാറ്റി. ആ ഭവനത്തിൽ ഞങ്ങൾക്ക് വാർക്കുവാൻ കഴിയാതിരുന്നിടത്ത് സ്വസ്ഥത തരുവാൻ, സമാധാനം തരുവാൻ കർത്താവ് ഞങ്ങളെ ആ ഭവനത്തിൽ ഞങ്ങൾ ഓടിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി. അതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് ഞങ്ങൾക്ക് പിന്നത്തേല് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കാരണം അവിടെ നിന്ന് ഓടി നേരെ വീണ്ടും ഈ കോട്ടൂരിന്റെ പ്രദേശത്ത് വന്നതുപോലെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങളെ തിരുവനന്തപുരം പട്ടണത്തിൽ കൊണ്ടുവന്നു. ഞങ്ങളെ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തുടങ്ങി, ഈ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ഈ സമാധാനം കണ്ടെത്തുവാൻ ദൈവം സഹായിച്ചു. 2004 ഞങ്ങൾ സ്നാനപ്പെടുമ്പോൾ അന്ന് രാത്രി സുനാമി ഉണ്ടായി. എന്നാൽ എല്ലാവരും ഓടി, മരണപ്രാളം കൊണ്ടോടി. പക്ഷെ എന്റെ ഹൃദയത്തിൽ ദൈവം ധൈര്യം നൽകി. നമ്മളെന്തിനാ മനുഷ്യനെ പേടിക്കുന്നത്? നമ്മൾ ചത്താൽ നമുക്കൊന്നും കൊണ്ടുപോകാനില്ല. എന്റെ അമ്മയും എന്റെ സഹോദരങ്ങളെ പറഞ്ഞ് ഞങ്ങൾ ആലയത്തിൽ അന്ന് രാത്രി കാലം പാർത്തു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2024 ഞാൻ പറഞ്ഞല്ലോ, ജനുവരിയില് ഡിസംബറിൽ ഞാൻ സ്നാനപ്പെട്ടു. 25 സ്നാനപ്പെട്ടു. 28-ാം തീയതി ഞങ്ങളുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ആദ്യമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ ഒത്തിരി ദൈവമക്കൾ കടന്നു വരുവാൻ അതിന്റെ സന്തോഷത്താൽ അന്ന് നല്ല ഭക്ഷണമൊക്കെ ഒരുക്കി ഞങ്ങള് അതൊക്കെ ഒരുക്കിയിരിക്കുമ്പോൾ ഒരു സ്ത്രീയെ ഭൂതം ബാധിച്ച് അന്നത്തെ ചർച്ചിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവദാസന്റെ അടുക്കൽ വരുവാൻ ഇടയായി. ദേവദാസൻ പറഞ്ഞു, ഇന്ന് നമ്മുടെ ആലയത്തിൽ പ്രാർത്ഥനയില്ല. തിരുവനന്തപുരത്ത് പൂജപ്പുര എന്ന് പറയുന്ന ദേശത്ത് നിന്ന് ഉള്ള ഒരു സഹോദരിയാണ് ഭൂതം ബാധിച്ചു കൊണ്ടുവന്നു. ഇന്ന് സ്ഥലത്ത് ഒരു സഹോദരിയുടെ പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ ആ പ്രാർത്ഥനയിൽ അവരെ പങ്കെടുപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, കർത്താവിന് മഹത്വം. അന്ന് ഈ സഹോദരി അവിടെ കടന്നു വരുവാനിടയായി. ഇതിനിടയ്ക്ക് ഒരു വിഷയം എനിക്ക് വിട്ടുപോയി. 2004 ഞാൻ സ്നാനപ്പെട്ടുവെങ്കിലും അന്ന് ഞങ്ങളുടെ ചർച്ചിൽ ഒരു സായിപ്പും മദാമയും വന്നു. എല്ലാവരും പ്രാർത്ഥനയ്ക്കായി അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ എല്ലാവരും അവരവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ഭാഗികമായ വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അന്ന് ആ ദൈവദാസി എന്റെ തലമേൽ കൈവച്ചിട്ട് ഇങ്ങനെ പ്രവചിച്ചു, നീ ഭവനത്തിലിരിക്കുമ്പോൾ നിനക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. ദൈവത്തിന് മഹത്വം. അന്ന് തൊട്ട് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി. ഭവനത്തിലിരിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരും. അങ്ങനെ 2004 മുതൽ 2006 വരെ കാത്തിരുന്നു. പരിശുദ്ധാത്മാവ് വന്നില്ല. എനിക്കുള്ളിൽ പ്രയാസം തോന്നി തുടങ്ങി. കർത്താവേ, നിന്റെ ആത്മാവിനെ എനിക്ക് തരും എന്നല്ലേ പറഞ്ഞത്? മറ്റുള്ളവരെല്ലാം അന്യഭാഷയിൽ ആരാധിക്കുന്നു. അവിടുത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ആലയത്തിൽ വന്ന് തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ കണ്ട ഊമവിഗ്രഹങ്ങളും ഞാൻ കണ്ട ഭൂതപ്രേത പിശാചുക്കളെ ആരാധിച്ചെടുത്ത് ജീവനുള്ള ദൈവമാണെങ്കിൽ എന്നോട് സംസാരിക്കണമെന്ന് അന്ന് പകൽ 3:45 മണി ഞാൻ എന്ന് ഓർക്കുന്നുണ്ട്. 2006 ജനുവരി മാസം 21-ാം തീയതി 3:45 മണിക്ക് ഞാൻ ഇരമ്യ പ്രവചനം വായിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ, പകല് തന്നെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വീട്ടിൽ ആരുമില്ല, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒന്നാം അധ്യായത്തിന്റെ 7-ാം വാക്യം തൊട്ട് എന്നിട്ട് ഉള്ളില് ഒരു ഹൃദയ വേദന പോലെ പുറപ്പെട്ടു വന്നു. എന്താണ്? ഞാൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ആയിരിക്കുമ്പോൾ, നീ പിണ്ടാകാരമായിരിക്കുമ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞു. അതെന്നെ വല്ലാതെ പിടിച്ച് ഞാൻ കരയുവാൻ തുടങ്ങി.
വീട്ടിലാരുമില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് കരച്ചിൽ വന്നു, കർത്താവേ, അപ്പോൾ ഞാൻ ഒരു മനുഷ്യരൂപമാകുന്നതിന് മുമ്പേ, അതൊരു പിണ്ടമായിരുന്നപ്പോൾ, അതൊരു മാംസ കഷ്ണമായിരുന്നപ്പോൾ തന്നെ നീ എന്നെ കണ്ടുവന്നു നീ പറഞ്ഞല്ലോ കർത്താവേ. അങ്ങനെയെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് കരയുവാൻ തുടങ്ങി. ഒത്തിരി പ്രാവശ്യം ഞാൻ കരഞ്ഞു, ഏങ്ങലടിച്ച് കരഞ്ഞു. എന്റെ കരച്ചിൽ കേൾക്കാൻ അന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല വീട്ടില്. എന്നാൽ കരഞ്ഞ് ഞാനിങ്ങനെ പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു മയക്കം പോലെ എനിക്ക് വന്നു. പക്ഷെ ഞാൻ അപ്പോൾ തന്നെ ഒരു ദർശനം കാണുവാനിടയായി. ഉറങ്ങിയില്ല. ആമേൻ, സ്തോത്രം, ദൈവത്തിന് മഹത്വം. അന്ന് ഞാൻ കാണുന്നത് ഒരു വലിയ തീ എന്റെ മേൽ ആകാശത്ത് നിന്ന് ഒത്തിരി തീകൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. അതോടൊപ്പം ഒരു ദർശനവും എനിക്ക് തന്നിരുന്നു. ആ ദർശനം ആത്മീയ ശുശ്രൂഷയുടെ ദർശനമാണെന്ന് എനിക്ക് പിന്നത്തേല് മനസ്സിലായി. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അങ്ങനെ ഞാൻ ഈ തീ, അവസാനത്തെ തീ എന്റെ മേൽ പതിക്കുവാനിടയായി. ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നതായി എനിക്ക് തോന്നി. അത്രയും കണ്ട് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ കരയാൻ തുടങ്ങി. കർത്താവേ, ഞാൻ എന്താ വാഗൊണ്ട് പറഞ്ഞതെന്ന്, ഞാൻ എന്താ കണ്ടത്? തീ എന്റെ മേൽ വീണോ? ആകാശത്ത് നിന്ന് തീ എന്റെ മേൽ വീണു. അങ്ങനെ ഞാൻ അന്ന് ശനിയാഴ്ച ദിവസമാണ്. അന്ന് ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ഞായറാഴ്ച പ്രഭാതത്തില് വേഗത്തില് കാര്യങ്ങൾ ജോലിയെല്ലാം ചെയ്ത് ആലയത്തിൽ ചെന്ന് എല്ലാവരും ആരാധന തുടങ്ങി. ഒരല്പസമയം കഴിഞ്ഞില്ല, പരിശുദ്ധാത്മാവ് എന്റെ മേൽ ഇറങ്ങുന്നതായിട്ട്. അത് അന്നാണ് ശരിക്ക് ആത്മാവ് ഇറങ്ങിയതെന്നുള്ള ആ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭൂതത്തെ ആരാധിച്ച്, ഭൂതത്തെ ഈ ശരീരത്തിൽ തുള്ളി ഞങ്ങളുടെ കുടുംബത്തിൽ മരിക്കുമ്പോൾ ചാവണയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അന്ന് മരിച്ച ഏത് വ്യക്തിയാണോ ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന ആളുടെ ശരീരത്തിലേക്ക് ഈ ആത്മാവ് ഇറങ്ങുമെന്നാണ് അന്നത്തെ വിശ്വാസം. അങ്ങനെ എല്ലാവരും ആ മരിച്ച വ്യക്തിയുടെ എന്റെ കുടുംബത്തിലുള്ള എന്റെ സഹോദരങ്ങളെ എല്ലാവരെയും നിർത്തി ആത്മാവിന് വേണ്ടി മന്ത്രവാദി കൗടി നിരത്തി കാര്യങ്ങൾ സംസാരിച്ചു. പൂജകൾ നടക്കുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് മന്ത്രവാദി തുള്ളുന്നുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അന്ന് ആ പിശാചിനെ എന്റെ മേലിറക്കി. ആ പിശാച് എന്റെ മേലിറങ്ങിയപ്പോൾ ഞാൻ തുള്ളാൻ തുടങ്ങി. എന്നെ നോക്കിയവരൊക്കെ ഞാൻ കണ്ണുരുട്ടി നോക്കാൻ തുടങ്ങി. ചിലരൊക്കെ ഭയപ്പെട്ട് നോക്കിക്കൊണ്ട് നിന്ന ഞാൻ ഒന്ന് രണ്ട് സഹോദരന്മാരുണ്ട്, അവരൊക്കെ അവിടെ നിന്ന് മാറിപ്പോകുവാനിടയായി. എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, ഒരു ദുരാത്മാവായിരുന്നു എന്ന്. സർവശക്തനായ ദൈവത്തിന്റെ കരുണ. ഞാൻ പറയട്ടെ, അന്ന് ആ ഭൂതത്തെ ഇറക്കി തുള്ളിപ്പിച്ച എന്റെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവെന്ന ദാനത്തെ ദയയോടെ, കരുണയോടെ, നീതിയോടെ ന്യായം നടത്തുന്ന ന്യായാധിപതിയായ നമ്മുടെ കർത്താവ് എന്റെ മേൽ ആത്മാവിനെ പകർന്നു. അന്ന് പകൽ 3:45 മണിക്ക് ഞാൻ പ്രാപിച്ച ആ പരിശുദ്ധാത്മാവ്, ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്കൊന്നും തരാനില്ല, പക്ഷേ അങ്ങ് ജീവനുള്ള ദൈവമാണെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. ഞാൻ സംസാരിച്ചത് ഇത് മാത്രമേ ഉള്ളൂ, അങ്ങ് സംസാരിക്കണം. എന്റെ അപ്പൻ കുഞ്ഞിലെ മരിച്ചു, അപ്പന്റെ സ്നേഹം എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞില്ല. എന്റെ അപ്പൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും കഷ്ടം വരില്ല എന്നൊക്കെ ചിന്തിച്ച സ്ഥാനത്ത് നിന്ന് ഒരു നല്ലൊരു പിതാവിന്റെ സ്നേഹം ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിപ്പാൻ തക്കോണേ. സ്നേഹിച്ചവരൊക്കെ അകന്നുപോയി, കൂട്ടുകാരൊക്കെ അകന്നുപോയി, ഒറ്റപ്പെട്ടലുകൾ മാറ്റി നിർത്തി. ഒരു കല്യാണം വന്ന വിളിക്കത്തില്ല, ഒരു ആഘോഷം വന്ന വിളിക്കത്തില്ല. അവിടെ നിന്നൊക്കെ ദൈവം എന്നെ എന്റെ കുടുംബത്തെ മാറ്റി നിർത്തിയെന്ന് പിന്നത്തേലാണ് അറിഞ്ഞത്. അവര് മനുഷ്യരായവർ മാറ്റി നിർത്തി. ബന്ധുക്കൾ ഞങ്ങളെ ചേർക്കത്തില്ല. അവയെ പിടിച്ചുപറിക്കാരന്റെ സഹോദരി, അവയെ സ്തോത്രം, ഹല്ലേലൂയ, അവരൊക്കെ മാറ്റി നിർത്തിയപ്പോഴും ദൈവം ഞങ്ങളെ ചേർത്തുകൊണ്ടേയിരുന്നു. ആ 2000 ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അഭിഷേകം പ്രാപിച്ചു. പിറ്റേന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ ആരാധിച്ചപ്പോൾ ദൈവദാസൻ ശ്രദ്ധിച്ചിട്ട് ആരാധന തീർന്നപ്പോ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അഭിഷേകം പ്രാപിച്ചു, ഇന്ന് പകലല്ലേ? ഞാൻ പറഞ്ഞ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ പറഞ്ഞ അത് ദൈവം തന്ന ഒരു ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ചു അന്ന് ആ സഭയില് ദൈവദാസൻ. പിന്നത്തേല് അതിന്റെ 3-ാം ദിവസമാണ് എന്റെ വീട്ടിൽ ആ ഭവന പ്രാർത്ഥന തുടങ്ങിയത്. വെച്ചത് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ സഹോദരി സുഖമില്ലാതെ കൊണ്ടുവന്ന അന്ന് പകൽക്കാലം ആ സഹോദരിയിൽ നിന്ന് ഭൂതത്തെ
ഒഴിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവം എന്നെ ഉപയോഗിച്ചു. ഒരു യോഗ്യതയും പറയുവാനില്ലാത്തടത്ത്, ഭൂതങ്ങളെ ആരാധിച്ച് സേവിച്ചെടുത്ത് അമേ സർവശക്തന്റെ ആത്മാവിനാൽ അന്ന് പകൽക്കാലം സഹോദരിയുടെ ഭൂതം വിട്ടുപോകുവാനിടയായി. അവരെ സ്വാതന്ത്ര്യമാകുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിലെ കഷ്ടവും ദുഃഖങ്ങളും നടുവില് എനിക്ക് ഏറ്റവും സന്തോഷകരമായതൊന്നായിരുന്നു ക്രിസ്തീയ ജീവിതം. പിന്നത്തേല് ട്രാക്ട് കൊടുക്കുവാൻ തുടങ്ങി. ആ ദൈവ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹമായി ഞാൻ എൻ്റെ മകളെയും കൊണ്ട് ഞങ്ങൾ അനേക ദേശങ്ങളിൽ പോകും. ഞങ്ങൾ അവിടെ പലയിടങ്ങളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണത്തിന് വകയിലായിരിക്കും, എങ്കിലും ഒരു ബന്നോ എന്തെങ്കിലും വാങ്ങി ഞങ്ങൾ ബാഗിൽ വെച്ച് ഞാനും എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകുമായിരുന്നു. ഒറ്റയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ എന്നോടൊരു സഹോദരൻ ചോദിച്ചു, ഒറ്റയ്ക്കാണോ പോകേണ്ടത്, വീട്ടിൽ ആരെങ്കിലും കൂട്ടിയിട്ട് വേണം പോകേണ്ടത്? കർത്താവായ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ മകളെ കൂടെ എനിക്ക് അവകാശമായി തരണമെന്ന്. അന്ന് പകൽക്കാലത്ത് 2 ദിവസങ്ങൾ കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ചയപ്പോൾ എന്റെ മകളെ എന്നോടൊപ്പം വന്നു ഞാനും എൻ്റെ കുഞ്ഞും കടന്നു പോകുവാനിടയായി. അങ്ങനെ ഇരിക്കുന്ന ഒരു സുപ്രഭാതത്തില് എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് BP കൂടി സ്ട്രോക്ക് വന്നു. അങ്ങനെയുള്ള അനുഭവം വന്നു. 23 ദിവസവും ICUലായിരുന്നു. അപ്പോൾ ഞാൻ കൂടെ ഞാൻ പറയും, എന്റെ ഭർത്താവിന് എന്തെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് ആരുമില്ല എന്ന്. അമേ സ്തോത്രം. എന്നാൽ അമേൻ ഒരു രാത്രി ആ സ്ട്രോക്ക് വരുന്നതിന്റെ തലേ ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ആശ്രയം വയ്ക്കുന്ന കൊമ്പില് ഞാൻ ഒടിക്കാൻ പോവുകയാണ്. അന്നത് എനിക്ക് മനസ്സിലായില്ല. പിറ്റന്നാണ് ഈ സ്ട്രോക്ക് വന്ന് 23 ദിവസം ICUലായി കിടന്നു. പിന്നത്തേല് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അഭിഷേകം പ്രാപിച്ച സന്ദർഭങ്ങളില് ദൈവാത്മാവ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ നടക്കുന്ന ഇടത്തും യാത്ര ചെയ്യുന്നിടത്തും നടു റോട്ടിലായാലും ഞാൻ ആത്മാവില് മറ്റു മനുഷ്യരെന്നെ ശ്രദ്ധിക്കുന്നുവെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ നിന്ന് ശക്തിയോടെ ഞാൻ ആത്മാവിൽ മിണ്ടാതെ മൗനമായി നിന്ന് ആരാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സന്ദർഭങ്ങളില് അതിനുശേഷം എനിക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുവാൻ ഇടയായി. ആമേൻ. ഭൂതങ്ങളെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ കാണുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് ദൈവശക്തി പുറപ്പെട്ട് അതിനെ ശാസിക്കുന്ന അനുഭവങ്ങൾ. ചില ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ ചില മനുഷ്യരുടെ കയ്യിൽ ചരടുകൾ കെട്ടി, മന്ത്രം ജപിച്ച് കെട്ടിയിരിക്കുന്ന ചരടുകൾ കെട്ടിയിരിക്കുമ്പോൾ അവരെ കാണുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഞാൻ നോക്കുമ്പോൾ തന്നെ അത് എന്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് എഴുന്നേൽക്കും. അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ പിശാച് ഇറങ്ങി വന്ന് എന്നോട് മല്യം പിടിച്ച് യുദ്ധത്തിനായി വരുന്ന അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ദൈവം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കർത്താവേ ഞാന് അപ്പനില്ലാത്തവളാണ്. അങ്ങനെ ഇരിക്കെ എന്റെ ഭർത്താവ് മരിച്ചു. എന്റെ 1.5 മാസമായപ്പോൾ എന്റെ അമ്മയും മരണപ്പെടുവാനിടെ. അമ്മ മരിക്കുന്ന മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ മാതാവിനെ എന്റെ സന്നിധിയിൽ ഞാൻ അടുക്കുവാൻ പോകുന്നു, നീ ഉറപ്പും ധൈര്യവും ഉള്ളവളായിരിക്കാം. ദൈവത്തിന് മഹത്വം. ആ സമയത്ത് പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കിഡ്നിക്ക് പെട്ടെന്നൊരു ഇത് വന്നു. ഒരു ഡയാലിസിസ് ചെയ്തു. അങ്ങനെ എൻ്റെ അമ്മയും അന്ന് മരണപ്പെടുവാനിടയായി. ദൈവം ഓരോ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടേ ദൈവം ചെയ്തിട്ടുള്ളൂ. ഓരോ പകലും രാത്രിയും ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കണ്ടത് സംസാരിക്കാത്ത ദൈവങ്ങളെ, ഞാൻ കണ്ടത് ശാപം പിടിച്ചു കിടന്ന ഇടത്തു നിന്നും ജീവനുള്ള ദൈവത്തെ ഉയർത്തുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവനായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞു പോയി. ഞങ്ങളുടെ ജീവിതത്തിന് അനുഭവിക്കാത്ത സന്തോഷം സമാധാനം ലഭിക്കുവാൻ പിന്നത്തേല് ഞാൻ പറഞ്ഞല്ലോ, രാത്രികാലങ്ങളിൽ ദൈവം വരും, എന്നെ വിളിക്കും, എഴുന്നേൽക്ക. ഞാൻ അപ്പോഴൊക്കെയും ഇഷ്ടപ്പെടുന്ന ഒരു വേദവചനമാണ് എഗസ്കേൽ പ്രവാചക പുസ്തകം. അതിനെന്റെ ആത്മാവിനെ പലപ്പോഴും തൊട്ടുണർത്തി. അതുമായി ഞാനും ദൈവവുമായി സഞ്ചരിക്കുന്ന അനുഭവങ്ങൾ, രാത്രികാലങ്ങൾ, പകൽക്കാലങ്ങളിൽ കർത്താവ് വരും, വിളിക്കും. ഞാൻ കണ്ട ദൈവത്തിന്, കർത്താവ് യേശു ക്രിസ്തു എന്നെ സ്നേഹിച്ച സ്നേഹത്തിന് പകരം കൊടുക്കുവാൻ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങളെ മാത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പോൽക്കാലം പറയട്ടെ, എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ജോയ്സ് ടിവിയിലൂടെ നിങ്ങൾ കാണുമ്പോൾ ഈ കർത്താവ് യേശു ജീവപര്യന്തം നമുക്ക് വിശ്വസ്തനാണ്. നാം വിശ്വസ്തരല്ലാതിരിക്കുമ്പോൾ ദൈവം തന്റെ വിശുദ്ധിയെ അരുളി ചെയ്തതൊന്നും മാറ്റുന്ന ദൈവമല്ല. ദൈവം അരുളി ചെയ്തത് വാക്കുമാറുമാ. കർത്താവ് രാത്രി കാലങ്ങളിൽ വന്ന് വിളിക്കുമെന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയുള്ള ഒരു അനുഭവമാണ് അത് അനുഭവപ്പെടുന്നത്? നമുക്കത് ഞാൻ ഇങ്ങനെ രാത്രികാലം
എനിക്കൊരു ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ എന്നും ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. എനിക്ക് പ്രാർത്ഥനയാണ്. അന്ന് ഞാൻ പെട്ടെന്ന് രാവിലെ കുഞ്ഞുങ്ങൾക്കുള്ള കാര്യങ്ങൾ, ആ ഞെരുക്കങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. എന്റെ അനിയത്തിയുടെ ഒരു കൊച്ചു വരുമാനം കൊണ്ടുവന്ന് ഞങ്ങൾ ഒരു കൊച്ചു ഓലയിട്ട വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്ന് രാത്രികാലം ഈ പ്രാർത്ഥനയുടെ മധ്യത്തിലും ദൈവം ഓരോ കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടേയിരിക്കും. സഭയിൽ സംഭവിക്കാനുള്ളത്, ദേശത്ത് വരുവാനുള്ളത്, കുടുംബത്തിൽ വരുവാനുള്ളത്, ഒരു വിരൽ തട്ടിയാൽ പോലും കർത്താവ് സംസാരിക്കുന്ന അനുഭവങ്ങൾ. രാത്രി എനിക്ക് സന്ധ്യയാവുമ്പോൾ ഞാന് മുഖമെല്ലാം കഴുകി പൗഡറൊക്കെ ഇട്ട് അങ്ങനെ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേര്, എന്റെ മക്കള് ചോദിക്കും, എന്റെ മകളും എന്റെ സഹോദരന്റെ മോൻ കുഞ്ഞാണ്, അവനും അന്നും ഉണ്ടായിരുന്നു, ചോദിക്കും അമ്മ ഇന്ന് രാത്രി പൗഡറൊക്കെ ഇടുന്നല്ലോ. അപ്പൊ ഞാൻ പറയും, എന്റെ യേശുപ്പച്ചൻ എന്നെ കാണാൻ വരും, എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി കാലം വരും, അതുകൊണ്ടാണ് ഞാൻ ഒരുങ്ങുന്നതെന്ന് പറഞ്ഞു. നിശ്ചയമായിട്ട് അന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി. എന്നാൽ ഇന്ന് വരെയും ഞാൻ കർത്താവിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ, ഒരു 1.5 വയസ്സുള്ള കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ ഒരു വെട്ടിക്കോട്ട് നരിച്ച് ദൈവത്തിന്റെ മുമ്പാകെ ദൈവം ഒരു വലിയൊരു ചേർ കസേരയിൽ ഇരിക്കുമ്പോൾ ആ കർത്താവിന്റെ മുമ്പിൽ ഞാൻ ഡാൻസ് കാടി, ഒത്തിരി പാട്ടുകൾ തന്ന് ആ പാട്ടുകളൊക്കെ പാടി ഡാൻസ് കളിക്കുന്ന ഒരു അനുഭവം, സന്തോഷം എന്റെ ജീവിതത്തിലുണ്ട്. കാരണം എനിക്ക് അപ്പനില്ല. ഞാൻ അത് മാത്രമേ ചോദിച്ചുള്ളൂ, അങ്ങ് എനിക്ക് അപ്പനായിരിക്കണം, അങ്ങ് എനിക്ക് തുണയായിരിക്കണം. ഇന്ന് എന്റെ ഭർത്താവ് മാറ്റപ്പെട്ടു, അതിന്റെ ഉത്തരവാദി കർത്താവാണ്. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആത്മാവ് ഇറങ്ങി വന്ന് ആകാശവും ഭൂമിയും തൊടാതെ ദൈവത്തിന് മഹത്വം എന്നെ ആ ഉള്ളം കരങ്ങളുടെ അകത്ത് ഞാൻ നോക്കും, വലിയൊരു കൈ, അതിനകത്ത് ആ കൈക്കകത്ത് ഞാൻ ഒരു ചെറിയ ഉറുമ്പിന്റെ വലിപ്പത്തിൽ ഇരിക്കുന്നത് കാണാം. ആ കൈ എന്നെയും കൊണ്ട് യാത്ര ചെയ്ത്, പാസ്പോർട്ടില്ല, വിസയില്ല. ആ പാസ്പോർട്ട് എനിക്കുണ്ടെങ്കിലും അന്ന് ഞാൻ ഇതിൽ ഉദ്ദേശിച്ചാ പറയുന്നത്, ഒരു പാസ്പോർട്ട് ഇല്ലാതെ, ഒരു വിസ ഇല്ലാതെ ആത്മാവിൽ സഞ്ചരിച്ച് അനേക രാജ്യങ്ങളിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി അനേക മന്ത്രവാദ കർമ്മങ്ങൾ ചെയ്യുന്നത് കാണിപ്പാനിടയിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ കാണുന്ന ഒരു ആത്മാവ് എന്നെ എടുത്തുകൊണ്ടുപോയപ്പോ ഞാൻ കാണുന്ന ഒരു സംഭവമാണ്. മുടി ഇങ്ങനെ ചൈനക്കാരെ മുഖം പോലെ ഇരിക്കുന്നു, അവര് മുടി ഇങ്ങനെ മുടി പിന്നെ നീട്ടി വളർത്തിയ പുരുഷന്മാരെ കാണിക്കുന്നു. അതിനകത്തുനിന്ന് മന്ത്രവാദങ്ങൾ ഉയരുന്നത് ഞാൻ കാണുവാനിടയായി. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇതിനകത്തോട്ട് നീ കയറി ചെല്ലുക. ഞാൻ കയറി ചെല്ലുന്ന കണ്ടു. പിന്നത്തേൽ അതവിടെ നിന്നു. പിന്നെ വീണ്ടും ഓരോ കാര്യങ്ങൾ ദൈവം ആത്മാവിൽ ഇറങ്ങി വന്നിട്ട് ഞാനും ദൈവവുമായിട്ട് ഒരിക്കൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്റെ ഭർത്താവ് ഞാൻ രാത്രികാലം കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഈ ഒരു ശബ്ദം കേട്ടു. ഞാൻ നോക്കിയപ്പോ എന്റെ കർത്താവ് എന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ ചേട്ടൻ ഉണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പൊ എന്നോട് വിരൽ ചുണ്ടിനോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, മിണ്ടരുത്, വാ എന്ന് പറഞ്ഞു. എന്റെ ജഡം അവിടെ കിടക്കുന്നു. എന്റെ ആത്മാവിനെ ദൈവം എടുത്തുകൊണ്ടുപോയി മനോഹരമായ കാഴ്ചകളും പൂന്തോട്ടങ്ങളും ഒക്കെ എന്നെ കാണിപ്പാനിടയായി. ഞാൻ വിചാരിച്ച, കർത്താവ്, ഞാൻ ഇത്രത്തോളം ഒന്നും കണ്ടിട്ടില്ല, എനിക്ക് അങ്ങനെ പോയി കാണാനുള്ള ഭാഗ്യമില്ല. അന്ന് തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്. ഒരിക്കലും എന്നെ കൊണ്ടുപോയിട്ട് പരിശുദ്ധാത്മാവ് വെള്ള മണല് വിരിച്ചു. അതിന്റെ നടുവിലെല്ലാം 2 സൈഡിലും പൂന്തോട്ടങ്ങൾ, നിറയെ ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഭംഗിയേറിയ ചെടികൾ, പൂക്കൾ. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പൂന്തോട്ടം. എന്നാൽ എന്റെ കർത്താവ് അതിന്റെ നടുവിലൂടെ എന്നെ കൊണ്ടുപോയിട്ട് ഈ വെള്ള മണല് വിരിച്ചെടുത്ത് 3 കാൽപ്പാടുകൾ ഞാൻ കാണുവാൻ തക്കണില്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ കർത്താവ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് നീ നോക്കി ശ്രദ്ധ വെക്കുക. ഞാൻ ശ്രദ്ധ വെച്ചപ്പോൾ കണ്ടത് 3 കാൽപ്പാട്. അത് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, കഴുകൻ കുതിച്ചുയരുന്ന പാടാണ് ആ കാൽപ്പാടുകൾ. ദൈവത്തിന് മഹത്വം. ഇന്ന് കാലം എന്റെ ജീവിതത്തിൽ അനുഭവിച്ച ദൈവിക സന്തോഷം, ഞാൻ കണ്ട സന്തോഷം, എന്റെ അപ്പനില്ലാത്ത സ്ഥാനത്ത്, എന്റെ അമ്മയില്ലാത്ത സ്ഥാനത്ത് എന്റെ കർത്താവിന്റെ സ്നേഹം ഓരോ ദിവസവും. അന്നും ഞെരുക്കങ്ങൾ ഉണ്ടെങ്കിലും ഞെരുക്കം ഒരു ദുഃഖമായി തോന്നിയിട്ടില്ല. ഇതിനിടയ്ക്ക് വെച്ച് അസുഖങ്ങൾ വന്നു, യൂട്രസ് മുഴ വന്നിട്ട് അതങ്ങനെ ഭാരപ്പെടുന്ന അനുഭവങ്ങള്. എന്നാൽ അന്നും ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് ആരുമില്ല എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ച സ്ഥാനത്ത്, ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത്, ഡ്രസ് മാറ്റി കിടക്കുമ്പോൾ അടുത്തടുത്ത രോഗികളുടെ അടുക്കലേക്ക് ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്. അവരെ നോക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്.
പക്ഷേ ഞങ്ങളുടെ അടുക്കൽ എൻ്റെ അടുക്കൽ വരുവാൻ ആരുമില്ല. അന്ന് എൻ്റെ സഹോദരനെ കൊച്ചുമോൻ ചോദിച്ചു, അമ്മ അമ്മ എന്നാണ് വിളിക്കുന്നത്, അമ്മ നമുക്ക് തന്നെ ആരുമില്ല. ഞാൻ ഇങ്ങനെയാണ് ഒരു വാക്ക് പറഞ്ഞു, നമുക്ക് മനുഷ്യരുടെ മുമ്പ് മനുഷ്യരില്ലെങ്കിലും ദൈവദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ട് മോനെ എന്ന് ഞാൻ പറയുവാൻ തക്കാണ് ഇടയായി. കാരണം അവർക്കറിയില്ല ഞാൻ കണ്ട സ്നേഹവും ഞാൻ അനുഭവിച്ച സ്നേഹവും അന്നും ആകെ രോഗക്കിടക്കയിലെ അവസ്ഥകളിലൊക്കെയും അവയെ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഓരോ ദിവസവും ഞങ്ങളെ മാടി വിളിച്ചുകൊണ്ടിരുന്നു. കഷ്ടത ഹല്ലേലൂയ. ഒരു വസ്ത്രത്തിന് വേണ്ടി ഭാരപ്പെട്ടു. എന്റെ കുഞ്ഞൊരു വസ്ത്രത്തിന് വേണ്ടി കരഞ്ഞു. അവിടെ സർവശക്തി മുഖം കണ്ട് മുന്നോട്ട് പോകുന്ന പലരും പഴയത് തന്നു, ഞങ്ങൾ ഉടുത്തു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അങ്ങനെ പോകുന്ന സമയങ്ങളിലൊക്കെ ഇതിനിടയ്ക്ക് മരണകരമായി പിന്നെയും അസുഖം വരുവാൻ തുടങ്ങി. ശാരീരമായിട്ട് എന്നെ എങ്ങനെ തളർത്തി കളയുക, എന്റെ പ്രാർത്ഥന പിശാച് മുടക്കി കളയുക, ഈ ഒരു ലക്ഷ്യത്തോടെ എന്നെ ഉന്നമിച്ചു ശത്രു കടന്നു വന്ന ഇടത്തൊക്കെ ഒറ്റയ്ക്ക് എന്റെ ജീവിതത്തിൽ പറയുവാൻ തക്കോണം ഒത്തിരി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഒരു ദിവസം രാത്രി എന്റെ കുഞ്ഞിന് ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ പെട്ടെന്ന് ഒരു രാത്രി 2 മണിയാവും. അന്ന് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്റെ കുഞ്ഞ് ബാത്റൂമിൽ പോകണമെന്ന് അന്ന് പോയിട്ട് അകത്ത് കയറി വന്നിട്ട് കൊച്ചിനെ കുറെ കഴിഞ്ഞിട്ടും കാണുന്നില്ല. ഞാന് ഈ കൊച്ചു ചെറ്റ വീടാ, ചെറ്റപ്പുര ഓലപ്പുര, ആ തടി മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ. എലിശല്യമുണ്ട് വീട്ടിനകത്ത്, കിടന്നുറങ്ങാൻ പറ്റില്ല. എങ്കിലും ഇങ്ങനെ കുറുക്കെ വെച്ചിരുന്ന തടി മാറ്റിയിട്ട് ഞാൻ കുഞ്ഞിനെ അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ എന്റെ അടുത്തോട്ട് വന്നിട്ട് പെട്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് വല്ലാതെ വരുന്നെന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പില് എന്റെ കൊച്ചു മലന്നടിച്ച് വീഴുവാൻ തക്കവണ്ണം ഇടയായി. പെട്ടെന്ന് എന്റെ ഉള്ളിൽ നിന്ന് എന്നുവെച്ചാൽ ഒരു പാവ നമ്മളെടുത്ത് എങ്ങനെ ഇടുന്നോ അതുപോലെ എന്റെ കൊച്ചു മലന്നടിച്ച് തലയടിച്ച് വീഴുവാനിടയായി. ഞാന് പെട്ടെന്ന് എന്റെ മോളെ അച്ചുവേ അച്ചുവേ എന്ന് വിളിച്ച് ഞാൻ വാവിട്ട് എന്റെ മൈൻഡ് മാറുന്ന അനുഭവങ്ങൾ ഞാൻ നിലവിളി ഉയർന്നു. എന്നാൽ ആ സമയത്ത് തന്നെ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവിടേക്ക് പെട്ടെന്ന് ഇതിനെ വെട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാന് ആ സമയത്ത് തന്നെ കരച്ചിൽ നിർത്തി യേശുവിന്റെ അധികാരമുള്ള നാമത്തിലും എന്ന് ഞാൻ കുഞ്ഞിന്റെ നേരെ നോക്കി. ആ പിശാചിനെ വെട്ടിയ സമയത്ത് എന്റെ കുഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ എഴുന്നേറ്റിരുന്നു. ഞാൻ കണ്ട അത്ഭുതം എന്റെ കഴിവോ എന്റെ മിടുക്കോ അല്ല, നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് രാവും പകലും വിധവമാർക്ക് ന്യായപാലനം ചെയ്യുന്ന ഒരു നല്ല ദൈവത്തിന്റെ കരങ്ങളിലായിരുന്നത് കൊണ്ട് അന്ന് എന്റെ കുഞ്ഞ് ഉടനെ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി ബാസിനെയൊക്കെ വിളിച്ച് പറയും പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു, ആരെയും വിളിക്കണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അന്ന് ഇതേ സന്ദർഭം വീണ്ടും ഒരിക്കൽ എനിക്കുണ്ടായി. അന്നും എന്റെ കർത്താവ് എന്റെ കുഞ്ഞിനെ ജീവനോടെ മടക്കി തന്നു. അല്ലെങ്കിൽ ഈ പിശാച് വാദിച്ച ഇടങ്ങളിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പറയാനൊന്നും വിട്ടുപോയി. ഞങ്ങൾ പോകുന്ന ഭവനങ്ങളെല്ലാം സർപ്പത്തെ ആരാധിച്ചെന്ന് പറഞ്ഞല്ലോ. സർപ്പത്തെ ആരാധിച്ച സമയത്ത് ഞങ്ങൾ പോകുന്ന ഭവനങ്ങളിലൊക്കെ പാമ്പിനെ കാണുവാൻ തക്കുന്നിടയിൽ പാമ്പ് ഞങ്ങളുടെ ഭവനങ്ങൾ വരുവാൻ തുടങ്ങി. അതിനെയൊക്കെ ഞങ്ങൾ കൊല്ലുന്ന അനുഭവങ്ങൾ ഉണ്ടായി. ഒരിക്കലും ഒരു ചെറ്റയുടെ വീട്ടിൽ ഞങ്ങൾ കിടക്കുമ്പോൾ അവിടെയും 3 എണ്ണത്തിനെ കൊന്നു. എന്നിട്ട് അന്ന് രാത്രി പരിശുദ്ധാത്മാ പറഞ്ഞു, ഇന്ന് നീ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ നിനക്ക് ഞാൻ ഒരു അടയാളം ചെയ്യും. ദൈവത്തിന്റെ വചനം പറയും, ഞാൻ നിനക്ക് പകരം കുശിനെയും ഞാൻ നിനക്ക് പകരം ജാതികളെയും ഞാൻ നിനക്ക് പകരം മിസ്രൈമിനെ കൊടുക്കുമെന്ന്. അത് അന്ന് രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ്, അന്നും എനിക്കൊരു സ്വഭാവമുണ്ട്, നടന്നു പ്രാർത്ഥിക്കും. സ്തോത്രം. എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ദൈവമക്കൾക്കത് എന്നെ ശ്രവിക്കുന്ന ഈ ജോയ്സ് ടിവിയിലൂടെ എന്നെ കാണുന്ന എന്റെ പ്രിയ സഹോദരങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. അന്ന് ഞാൻ എന്റെ തലയിൽ എപ്പോഴും ഒരു തോർത്തുണ്ടായിരിക്കും. ഈ കഷ്ടതയുടെ നടുവിൽ ഞാൻ മീൻ വെട്ടുമ്പോഴും ഞാൻ മലക്കറി അരിയുമ്പോഴും ഞാൻ നടക്കുമ്പോഴും സ്തോത്രം പറയട്ടെ, ഞാൻ അന്യഭാഷയിൽ ആരാധിച്ചു കൊണ്ടിരിക്കും. മീൻ വെട്ടുമ്പോഴും അന്യഭാഷ, പച്ചക്കറി അരിയുമ്പോഴും അന്യഭാഷ. ഈ തോർത്ത് എന്റെ തലയിൽ നിന്ന് മാറില്ല. കാരണം കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു സ്നേഹവും ബോധ്യം എനിക്ക് നന്നായി അറിയാം. ഒരു വ്യക്തി കടന്നു വന്നാൽ പരിശുദ്ധാത്മാവ് മുന്നമേ അറിയിക്കും, ഇന്ന വ്യക്തി ഇതാ വരുന്നുവെന്ന്. ഞാൻ നോക്കും, എന്റെ വീട്ടിന്റെ വാതിന്റെ അവിടെ വന്ന് നിൽക്കും. ഞാൻ ഒരു കർത്താവെ, ഇത്രമേല് ദൈവത്തിന്റെ ആ സ്നേഹം. രാത്രികാലങ്ങളെ പ്രാർത്ഥിച്ചു കിടക്കുമ്പോൾ
രാത്രി വാതിലിന്റെ നടുവിൽ വന്ന് പിശാചന്റെ കൈകളെ കെട്ടുവാൻ തക്കവണ്ണം എന്നോട്ട് വന്നൊരു മനുഷ്യനെ പോലെ മല്ലി പിടിച്ചെന്റെ കയ്യെ വരിഞ്ഞു കെട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെയും എന്നെ ഒറ്റയ്ക്ക് നിർത്തി, ഒറ്റയ്ക്ക് എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ, കൂടെ പ്രാർത്ഥിക്കുവാൻ ആരുമില്ല, ആമയെ കൂടെ വന്ന് പ്രാർത്ഥിക്കുവാൻ ആരുമില്ല, ഒറ്റയ്ക്ക് നിന്ന് പൊരുതുവാൻ സർവശക്തനായ ദൈവം എന്നെ അഭിഷേകം ചെയ്തു. രാത്രികാലങ്ങള്, പകൽക്കാലങ്ങളാകട്ടെ, സന്ധ്യ കഴിഞ്ഞാൽ ഇരുട്ടിനെ നോക്കി ഞാൻ സംസാരിക്കാൻ തുടങ്ങും. ഇരുട്ടിൽ നിന്ന് എന്നോട് സംസാരിക്കും പിശാച്. അപശബ്ദങ്ങൾ ഞാൻ കേൾക്കും. അങ്ങനെ ഇരുന്ന് ഒരിക്കൽ ഞാന് മത്തായി സുവിശേഷം എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അത് ഞാൻ ഇങ്ങനെ വായിച്ചിട്ട് ഞാൻ കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച്, കർത്താവ് ക്രൂശ് ചുമന്നുകൊണ്ട് കർത്താവ് തെരുവീതിയിലൂടെ വരുമ്പോൾ കുറേനക്കാരനായ ശിവമോനെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. അവിടെ ഇങ്ങനെ ഒന്ന് കാണുന്നുണ്ട്, ഈ കുരിശ് ചുമക്കുവാൻ കുറേനക്കാരനായ ശിവമോന്റെ തോളിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഞാൻ പറയട്ടെ, അഴുക്ക് ജാലിലും നാശകരമായ കുഴിയിലും ആരും മാനിക്കാതെ, ആരും അറിയാതെ ഒരു വയലിൽ കിടന്ന് അധ്വാനിച്ചു വന്ന ഒരു സാധുവായ മനുഷ്യന്റെ തോള് കർത്താവിന്റെ ക്രൂശ് ചുമക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ പിന്നത്തേല് ആ തലമുറകളെ പ്രസിദ്ധമാക്കുന്ന രീതിയിൽ കർത്താവ് ആ കുടുംബത്തെ കൊണ്ടുവന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ കയ്പായിരിക്കാം, വിദ്വേഷമായിരിക്കാം, പലരാലും നിന്ദകളായിരിക്കാം നമുക്ക് വരുന്നത്, വേദനകൾ നമുക്ക് വരാം. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, നാം വിശ്വാസത്തിൽ ഉറച്ചും പ്രത്യാശയോടെ, വചനം പറയുന്നു, കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. ഈ പ്രത്യാശ നമ്മളിൽ നിന്നും ഒരിക്കലും മാറിപ്പോകരുതേ മക്കളെ. കാരണം നമുക്കൊരു പക്ഷെ നല്ല വീടില്ല, നല്ല വസ്ത്രങ്ങളില്ല, നല്ല ആഹാരങ്ങളില്ലായിരിക്കാം, കീറിയ പായലിരിക്കാം. പക്ഷേ കർത്താവിന്റെ സന്നിധി നാം നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് ഈ കഷ്ടത്തിന്റെ നടുവിലും ക്രിസ്തുവിനുള്ള സന്തോഷം നമുക്ക് അനുഭവിപ്പാൻ ഇടയാകും. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച്. അങ്ങനെ രാത്രികാലങ്ങള് എനിക്ക് മല്ല് പിടിക്കുവാൻ ഇടയായി. രാത്രികാലം അന്ന് ഞാൻ 3 ദിവസവും ഈ വചനം വായിച്ചിട്ട് എന്റെ ചിന്തകൾ പല മണ്ഡലങ്ങളിലേക്ക് ആത്മാവ് കൊണ്ടുപോയി. അന്ന് രാത്രികാലം ഞാൻ കിടക്കുമ്പോൾ അമ്മയെ എന്റെ കട്ടിലിനടിയിൽ നിന്ന് ഒരു കൈ വന്ന് എന്റെ തലമുടിയെ പിടിച്ച് പറിക്കുന്ന അനുഭവം ഉണ്ടായി. അമ്മയെ ഞാൻ നോക്കുമ്പോൾ എന്റെ മകളിൽ അന്ന് രാത്രി ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോഴും ഞാൻ കാണുന്നത് എന്റെ 2 തലകണകള് കട്ടിന്റെ അടിവാരത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായി എനിക്ക് കാണുവാൻ തക്കവണ്ണം ഇടയെ. എന്നാൽ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൽ അതിനെ വെട്ടുവാനും ശാസിക്കുവാനും സർവശക്തനായ ദൈവം സഹായിച്ചു. ഇതിനിടയ്ക്ക് മരണകരമായ രോഗം പിടിച്ചു. 10 വർഷങ്ങൾക്ക് മുമ്പ് TBയുടെ രോഗം പിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ന്യൂമോണിയ ബാധിച്ചു. ഷുഗർ എല്ലാം ഹൈ ആയി, എഴുന്നേറ്റ് നടക്കുവാൻ കഴിയില്ല, ഒരു അസ്ഥി പഞ്ചരമായി. വന്ന് കണ്ടവരൊക്കെ പറഞ്ഞു, ഇത്രത്തോളം ആത്മാവിൽ തുള്ളുകയും ചാടുകയും ചെയ്യുന്ന സഹോദരിയല്ലേ, എന്തുകൊണ്ട് ഇത് വന്നു എന്ന് പലരും എന്നോട് ചോദിച്ചു. ഞാൻ പറയട്ടെ, നമ്മുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഒരുപക്ഷെ നമ്മുടെ കൂട്ട സഹോദരങ്ങൾക്കോ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ കഴിയെന്ന് വരില്ല. എന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ആശ്വാസവും ഈ ലോകത്തിന്റെ സമാധാനം അല്പനേരത്തേക്ക്, എന്നാൽ എന്നേക്കുമായി എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ ഒരു അരുമനാഥനാണ് നമ്മളെ കൂടെയുള്ളത്. ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലത്ത് എന്നെ ശ്രമിക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഈ സത്യദൈവത്തെ വിട്ട് നിങ്ങൾ ആരും പിന്മാറിപ്പോകരുതേ. ഒരു കഷ്ടം വരാം, ഒരു പക്ഷേ നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള വേദന ഉണ്ടാകും, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചുള്ള വേദന ഉണ്ടാകും, കുടുംബത്തെ കുറിച്ചുള്ള വേദന ഉണ്ടാകും. ഒന്നുമില്ല എന്ന് വിചാരിക്കും. വാടക എങ്ങനെ കൊടുക്കും? ഇന്ന് ഞങ്ങൾ വാടകയ്ക്കാണ്, ഞാനും എന്റെ മകളും ഒരു കൊച്ചു ഭവനം വാടകയ്ക്കെടുത്ത് ഞങ്ങൾ അവിടെ താമസിക്കുന്നു. ഞാൻ പറയട്ടെ, എനിക്ക് ആഹാരത്തിന് ആഹാരവും വസ്ത്രത്തിന് വസ്ത്രവും ഒരു പഴയതായാലും ഒരു മനുഷ്യൻ തരുമ്പോൾ നിഷേധിക്കാതെ സന്തോഷത്തോടെ വാങ്ങിച്ച് ഞാൻ അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. കർത്താവ് ഒന്നിനെ ഞങ്ങൾക്ക് കുറവ് വെച്ചിട്ടില്ല. ഇന്നും ഭവനമില്ല, മറ്റു മനുഷ്യർ നോക്കുന്ന ഒന്നുമില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവ് ഞങ്ങളെ കൂടെയുണ്ട്. ആ മരണ താഴ്വരയിൽ നിന്നും, ആ കൂരിരുട്ടിന്റെ താഴ്വരയിൽ നിന്ന് ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. എല്ലാ മനുഷ്യരും വിധി എഴുതി ഞാൻ മരിച്ചു പോകുമെന്ന്. കർത്താവെ, ആ കുഞ്ഞ് ഒറ്റപ്പെട്ടു പോകും, ആ കുഞ്ഞിന് ആരുമില്ല, ആ കുഞ്ഞ് എവിടെ പോയി കിടക്കും, ഒരു ഭവനമില്ല, എവിടെ പോയി കിടക്കുമെന്ന് പല മനുഷ്യരും പറഞ്ഞപ്പോഴും എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ.
ആമേൻ. എന്റെ സ്വപ്നങ്ങൾ ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കാണിച്ച സ്വപ്നങ്ങളും എനിക്ക് തന്ന വെളിപ്പാടുകളും എനിക്ക് തന്ന ദർശനങ്ങളും ഞാൻ മരിച്ചാലും അത് മരിക്കാതെ ജീവനുള്ള ദൈവം അതിനെ ജീവനായി തന്നെ ആമേൻ നിർത്തിയിരിക്കുന്നുവെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പറയട്ടെ, ആ അവസ്ഥകളിൽ നിന്ന് ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. ശരീരമെല്ലാം 50-നകത്ത് ഭാരമായി. ഇന്ന് എനിക്ക് 80 കിലോയുണ്ട്. 50-നകത്ത് ഭാരമായി. ആ ഭാരം കുറഞ്ഞു. ഞാൻ പിന്നെ 5 വർഷത്തോളം ഞാൻ പുരുഷന്മാരെ പോലെ മുടിവെട്ടി, ഞാൻ ബാർബർ ഷോപ്പിൽ പോയി മുടിവെട്ടി നടക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. പിന്നത്തേല് ഞാൻ ഇപ്പോൾ മുടി വളർത്താൻ തുടങ്ങി. പറയട്ടെ, കർത്താവ് ദൈവത്തിന്റെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെല്ലാം കണ്ട് നമ്മൾ പതറിപ്പോകരുതേ. എന്നെ സ്നേഹിച്ച എന്റെ കൂട്ടു സഹോദരങ്ങൾ മാറി, അവർ മാറ്റി നിർത്തി. എന്റെ സ്നേഹിതർ എന്നെ വിട്ടുപോയി. നാം വിചാരിക്കും നമ്മുടെ സ്നേഹിതർ നമുക്കൊരു അനുഗ്രഹമായി ആശ്വാസമായി തീരുമെന്നും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് കഴിയുമ്പോൾ അവർ നമ്മളെ വിട്ട് ഓടിപ്പോകും. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ചേർക്കേണ്ട എന്റെ സ്വന്തം സഹോദരങ്ങൾ എന്നെ ചേർക്കാതെ മാറ്റി നിർത്തിയപ്പോൾ എന്നെ സ്നേഹിച്ച ഒരു ദൈവമാണ്. ഒരു വിഭാഗം ഞാൻ പറഞ്ഞല്ലോ, വന്നാൽ പോലും ഞങ്ങളെ മാറ്റി നിർത്തും. കാരണം അവരുടെ ഇടയിൽ പോകാൻ ഒരു യോഗ്യതയുമില്ല. ഞാൻ ദൈവത്തോട് പലപ്പോഴും പറയും, കർത്താവേ, ഞാനൊരു കഴുതയാണ്, ഞാനും എന്റെ കുഞ്ഞും. ഒരു കെട്ടപ്പെട്ട കഴുതയുടെ മേലിറങ്ങി വന്നൊരു ദൈവം. ആ കെട്ടുകളെ അഴിക്കുവാൻ ആ ദേശത്ത് ആരും ഉണ്ടായിരുന്നില്ല. കർത്താവിന്റെ കണ്ണിനെ ദർശിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി ആ കഴുതയുടെ കെട്ടുകളെ അഴിച്ചു കൊണ്ടുവരുവിൻ. ആരെങ്കിലും ചോദിച്ചാൽ ഇവയെ കൊണ്ട് എനിക്ക് ആവശ്യമെന്ന് പറയും. ഇന്ന് നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ ഇന്ന് ശുശ്രൂഷകൾ, പരസ്യയോഗങ്ങൾ, ട്രാക്ടർ മിനിസ്ട്രികൾ, അതുപോലെ ദൈവം അയക്കുന്ന ഇടങ്ങളിൽ കടന്നുപോയി വിശ്വസ്തയോടെ പോകുവാൻ ദൈവം സഹായിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തില് ഒരു ലോക മനുഷ്യർ കാണുന്ന ഒന്നുമില്ല എങ്കിലും ഈ കർത്താവിനെ മുറുകെ പിടിച്ച് നാം യാത്ര ചെയ്താൽ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും ആഗ്രഹിക്കുന്ന ഒരേ ഒരാളെ ഈ ഭൂമുഖത്തുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു. യേശുവല്ലാതെ മറ്റാരും നമുക്ക് ആശ്രയമായി തീരില്ല. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സ്നേഹിതർ, നമ്മുടെ കൂട്ടുവേലക്കാർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സ്വന്തം സഹോദരങ്ങളൊക്കെ നമ്മളെ മാറ്റി നിർത്തുമ്പോഴും മാറ്റി നിർത്താതെ പലരും വിടക്കം തന്നെയ എന്റെ ജീവിതത്തെ പലരും മാറ്റി നിർത്തി, പലരും വിലക്കി ഞങ്ങളെ ഇവിടെ വരരുതെന്ന്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അന്നൊക്കെ കണ്ണുനീരല്ലാതെ ഒന്നും പറയുവാൻ മാറ്റി നിർത്തി. കാരണം അവിടെ മുൻപിൽ യോഗ്യതയോടെ പോകുവാൻ ഒരുപക്ഷെ നല്ല വസ്ത്രമില്ലായിരിക്കും, അവരാഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ കണ്ടില്ലായിരിക്കും. നാളുകൾ നമ്മൾ ദൈവവുമായി യാത്ര ചെയ്താൽ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ സർവശക്തനായ ദൈവം വലിയവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം മുന്നോട്ട് ചെയ്യുക, യാത്ര ചെയ്യുക. ഈ ജോയ്സ് ടിവിയിലൂടെ എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ സർവശക്തനായ ദൈവം എനിക്കൊരിക്കതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ഇങ്ങനെയുള്ള ചാനലുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു പക്ഷേ നമ്മുടെ സഭയ്ക്കകത്ത് നമുക്ക് സാക്ഷ്യം പറയുവാൻ കഴിയത്തില്ല. ഒരല്പസമയം നമുക്ക് കിട്ടും നമ്മൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾ. എന്നാൽ ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ പലർക്കും, കോടാനുകോടി ജനങ്ങൾക്ക് അതൊരു ആശ്വാസമാണ്. ഇന്ന് ഞാൻ തീരദേശത്തിന്റെ മിഷൻ പ്രവർത്തനമായി ഒരു ടീമിന്റെ കൂടെ, ആ ദേവദാസന്റെ പേര് JP എന്നാണ്, ആ ദേവദാസനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. പരസ്യങ്ങൾക്കും നൈറ്റ് പ്രയർ എല്ലാം ആക്റ്റീവായിട്ട് പങ്കെടുക്കുവാൻ, അതുപോലെ തിരുവനന്തപുരത്തിന്റെ ഈ മീറ്റിംഗിലെ കോർഡിനേറ്ററായിട്ട്, ലേഡീസിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിപ്പാൻ സർവശക്തൻ എന്നെ സഹായിക്കുന്നു. ആ ദൈവത്തിന് മഹത്വം. അതുപോലെ എന്നെ സഹായിച്ച ഒത്തിരി എന്റെ പ്രിയപ്പെട്ടവർ, എന്നെ സ്നേഹിച്ച് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒത്തിരി സഹോദരങ്ങൾ. ഞാൻ ഇന്ന് വലിയതുറ ചർച്ചോക്കോടിലാണ്. എന്റെ ദേവദാസന്റെ പേര് പാസ്റ്റർ മാമച്ചൻ എന്നാണ്. ആ സഭയോട് ചേർന്ന് നിന്ന് ആ ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. സർവശക്തനായ കൃപാലുവായ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇതിന്റെ ഇടയ്ക്ക് ഒത്തിരി വിഷയങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. എന്നാലും ദൈവത്തിന്റെ കരുതലല്ലാതെ ഒന്നും കാണുവാൻ, ഒരാഹാരത്തിന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്ന് ദൈവമക്കളെ, നമുക്ക് വേണ്ടുന്നത് ദൈവം തരും. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതാത് ആഹാരങ്ങളെ കൊടുക്കുന്ന ഒരു ദൈവത്തിന്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തില് പലരും വാഗ്ദത്തം പറഞ്ഞു, അത് ചെയ്യാം, ഇത് ചെയ്യാം, അവരൊക്കെ മാറിപ്പോയി. എന്നാൽ വാക്കുമാറാത്തൊരു ദൈവം ഇന്ന് കൂടെ ജീവിക്കുന്നു, കൂടെ
കൂടെ പ്രവർത്തിക്കുന്നു. നമ്മളെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക, നമ്മുടെ കുടുംബത്തിന് ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. ഒരുപക്ഷെ ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ ലോകർ നോക്കുന്ന ഒന്നും കണ്ടില്ലെങ്കിലും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന കർത്താവിലേക്ക് നോക്കി യാത്ര ചെയ്താൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തും. ലോകത്തില് പല മോഹങ്ങളും പല ലോകപരമായ ഇമ്പങ്ങളും നമ്മുടെ മുമ്പിൽ വരും. അതെല്ലാം ചപ്പും ചവറും നെണ്ണിക്കൊണ്ട് നാം ക്രിസ്തുവിലേക്ക് നടന്നാൽ എന്റെ ആഗ്രഹമാണ് നിത്യത എത്തുക എന്നുള്ളത്. ആ സ്ഥലം കാണണം, കാരണം എന്നെ കൊണ്ടുപോയി കാണിച്ചതാണ്. അപ്പോ ഞാനത് കാണണം, അത് അവകാശമാക്കണമെന്ന് എന്റെ ഒരു വലിയ ആഗ്രഹമാണ്. കർത്താവെ, വഴിയിൽ പട്ടുപോകരുത്, കഷ്ടങ്ങൾ വരട്ടെ, ഞെരുക്കങ്ങൾ വരട്ടെ, അങ്ങേ വിട്ട് ഞങ്ങൾ പിന്മാറി പോകരുത്. ഇതാണ് എന്റെ പ്രാർത്ഥന. ദൈവമേ, നീ ഞങ്ങളെ സഹായിച്ച് വഴിയരികിൽ പതിയിരിക്കുന്ന സിംഹത്തിന്റെ ശക്തികൾ, അണലിയുടെ ശക്തികൾ, ഇവയിൽ നിന്നൊക്കെ വിടിവിപ്പാൻ നമ്മുടെ ദൈവം വലിയവനാണ്. ഇന്ന് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ സർപ്പങ്ങളെ കണ്ടു ഒത്തിരി പ്രയാസങ്ങൾ അതിന്റെ നടുവിൽ വന്നു. പക്ഷെ അവിടെയല്ല ദൈവം ആ അന്ധകാര ശക്തി വെട്ടുവാനുള്ള അധികാരവും ദൈവകൃപയും നൽകിയത് കൊണ്ട് നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തില് മുറുകെ പിടിച്ച് നാളുകൾ നാം യാത്ര ചെയ്യുക. കർത്താവ് നമ്മളെ ഏവരെ സഹായിക്കട്ടെ. ഇതിനവസരം ഒരുക്കുക പ്രിയ ദേവദാസനെ ദാസിയും ജോയ്സ് ടിവിയെ ഓർത്ത് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഞങ്ങളെ കാണുന്നവർ, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, ഈ ചാനലുകള് ദിനദിനം കാണുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. എനിക്കും ഇങ്ങനെ അവസരം ഒരുക്കിയതിന് സർവകൃപാലുവായ ദൈവത്തിന് നന്ദി പറയുന്നു. വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ. സ്തോത്രം. ഈ തീരദേശ പ്രവർത്തനങ്ങളാണോ ദേവദാസി ചെയ്യുന്നത്? അതെ, അല്ല, പുറത്തോട്ട് ഞങ്ങൾ പോകാറുണ്ട്. കൂടുതലും തീരദേശത്തോടുള്ള ബന്ധത്തിലാണ്. ആ ദേവദാസനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല ഇതുവരെയായിട്ടും? ഇല്ല. ഓക്കെ. സ്ഥലമുണ്ടോ നമുക്ക് വീട്? ഇല്ല, ഒന്നുമില്ല മാസ്റ്റേ, ഒന്നുമില്ല. ഇല്ല. ഓക്കെ. എങ്കിലും നമുക്ക് വീടില്ല, സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഭാരമില്ല. സമയത്തിന് വാടക കൊടുക്കണം, കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. അത് ദൈവം ചെയ്യും. മോൾ എന്താ ചെറിയ ജോലി ചെയ്യുന്നുണ്ടല്ലേ? ചെറിയ ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ. അതാണ് ജീവിതത്തിന്റെ ഏക വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ. അതിന് നമുക്ക് സന്തോഷമുണ്ടല്ലോ പാസ്റ്റേ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഓക്കെ. ആട്ടെ. കർത്താവ്, നാം എല്ലാവരും കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി യാത്ര തിരിച്ചവരാണ്. ന്യായമായത് തരാമെന്ന് പറഞ്ഞാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിലെ അപ്പൻ, പ്രിയ സഹോദരി പറഞ്ഞല്ലോ, എനിക്ക് അപ്പനില്ല, നീ എൻ്റെ അപ്പനാണ്. അപ്പം ഒരപ്പനാണ് തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നത്. ഇതിനിടയ്ക്ക് പാസ്റ്റർ, എന്റെ സഹോദരൻ ആക്സിഡന്റിൽ മരിച്ചുപോയി. ഒരു സഹോദരനുള്ളൂ, ആക്സിഡന്റ് മരിച്ചുപോയി. അതിനു മുമ്പേ ഞാൻ എന്റെ സഹോദരനോട് സുവിശേഷമൊക്കെ പറയുമ്പോ, അന്നൊക്കെ ഞങ്ങള് ഈ ദൈവത്തെ അറിയാതിരുന്ന കാലത്ത് സഹോദരനോട് പറയാൻ പേടിയാണ് സംസാരിക്കാൻ. വിശ്വാസത്തിൽ വന്നതിന് ശേഷമാണ് എന്റെ സഹോദരനോട് ഞാൻ വാതുറക്കുവാനൊക്കെ ദൈവം സഹായിച്ചത്. അപ്പോഴ് എന്റെ സഹോദരൻ പറയുമായിരുന്നു, ഞാൻ എന്തെങ്കിലും എന്റെ സഹോദരനെ കുറിച്ച് ദൈവം കാണിച്ചാൽ പറയും, ഇവിടെ ഒരു സ്വപ്നക്കാരി. അപ്പൊ എന്നോട് പറയും, നിനക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം നൂലിൽ കെട്ടി നിനക്ക് വീട് ഇറക്കി തരുമെന്ന് പറയും. വീട് നിനക്ക് നൂലിൽ കെട്ടി ഇറക്കി തരുമെന്ന് പറയും. ഞാൻ വിശ്വാസത്തിൽ പറയും, എനിക്ക് ദൈവം തരുന്ന ഭവനം കാണുവാൻ നിന്റെ കണ്ണ് ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇന്ന് സഹോദരൻ മരിച്ചു, അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, ഭർത്താവ് മരിച്ചു. ഇന്ന് ഞാനും എൻ്റെ ഇളയ ലാസ്റ്റ് അനിയത്തി മാത്രമേ ഉള്ളൂ. എനിക്കൊരു മോളുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിയുന്ന സന്തോഷപരമായി. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടുവെങ്കിലും കർത്താവ് ഇന്ന് ഞങ്ങളെ ഉപേക്ഷിക്കാതെ മാറ്റി നിർത്തിയ സ്ഥാനത്തൊക്കെ ദൈവം ഞങ്ങളെ കൺമണി പോലെ ഇന്ന് സൂക്ഷിക്കുന്നു. ആ കൃപ. അതെ, അനാഥർക്കും വിധവമാരെയും ന്യായമായതും അല്ലെങ്കിൽ അവർക്ക് ഒരു ന്യായമായത് എപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹമാണ്. കർത്താവിൻ്റെ വേല ചെയ്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്ന പ്രിയ സഹോദരി, സ്വർഗത്തിലെ അപ്പൻ സ്വന്തമായി ഒരു ഭവനം ഈ ദേശത്ത് ദൈവം ആഗ്രഹിക്കുന്നിടത്ത് കർത്താവ് നൽകിത്തരും. വിശ്വാസത്തോടു കൂടി മുന്നോട്ട് കർത്താവിൻ്റെ വേലയിൽ പിന്നെയും നിൽക്കുക. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. പത്രോസ് ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക.
ജീവിതത്തിൽ ഇതുവരെയും നമ്മുടെ സകല ചിന്തകളും കർത്താവിൻ്റെ മേലിട്ടത് കൊണ്ട് ഇതുവരെയും ദൈവം നമ്മളെ നടത്തി. നാളെക്കുറിച്ച് പലരും ചിന്തയും ഭാരവും അനുഭവിക്കുമ്പോൾ ഒരു ചിന്തയില്ലാതെ, ഒരു ഭാരമില്ലാതെ എന്നെ കൈക്ക് പിടിച്ചവൻ എന്നെ നടത്തുമെന്നുള്ള ആ വലിയ പ്രത്യാശ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് നൽകി തന്നല്ലോ. അതെല്ലാം ഓർത്ത് ഈ പകലിൽ നമുക്കൊന്നിച്ച് ദൈവത്തെ സ്തുതിക്കാനിടയായി തീരട്ടെ. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് നല്ലൊരു ഭവനം കർത്താവ് ഒരുക്കും. അതിനുവേണ്ടി ദൈവം വഴികളെ ഒരുക്കും. മോക്ക് വേണ്ടി നല്ല ഭാവി കർത്താവ് ഒരുക്കട്ടെ. ഈ സാക്ഷ്യം അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും കർത്താവിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും കാരണമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് വിഷയം പറയാൻ മറന്നുപോയി. ഞങ്ങള് കുഞ്ഞു പ്രായത്തില് ഞങ്ങളുടെ ബന്ധുക്കളെ എല്ലാം കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഞങ്ങളുടെ കൂട്ടുകാരിയുടെ അച്ഛന് കള്ളിച്ചത്ത് പണിയായിരുന്നു. അപ്പൊ ആ കള്ള് കൊണ്ടുവരുമ്പോ അപ്പച്ചൻ കൊണ്ടുവന്ന് ഞങ്ങൾക്കെല്ലാം തരുമായിരുന്നു. അപ്പൊ അന്ന് എന്റെ മുറയ്ക്ക് നാഥൂനായിരുന്ന എന്റെ കൂട്ടു സഹോദരി ഡോറ എന്ന് പറയുന്ന സഹോദരി, അതുപോലെ ലതിക സഹോദരി, ഇവരൊക്കെ ഞങ്ങൾ ഒരു കൂട്ടാണ്. അന്നൊക്കെ ഞങ്ങൾ ഇത് ചെയ്യുമ്പോഴും നമുക്ക് പാപമാണെന്ന് പറഞ്ഞു തരുവാൻ ആരുമില്ലായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ വിട്ട് ദൈവത്തിൽ വിശുദ്ധിയിലും വേർപാടിന് ജീവിക്കുവാൻ ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അതുപോലെ ട്രാക്ക് ടു മിനിസ്ട്രി ചെയ്യുന്നു. എല്ലാ ചൊവ്വാഴ്ച എന്റെ ഭവനത്തിലൊരു പ്രയർ ഉണ്ട്. കർത്താവിന്റെ വേലയിൽ പിന്നെയും വർദ്ധിച്ചു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ജീവിതത്തിന് മ്ലേച്ഛകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ഉപദേശിക്കുവാനോ നമ്മളെ നേർവഴിക്ക് നടത്തുവാനോ ആരുമില്ലാതിരുന്നപ്പോൾ ആ ദൈവവചനമാണ് നമ്മെ നേർവഴിക്ക് നടത്തി ഇവിടം വരെ കൊണ്ടുവന്നതൊക്കെ. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സഹോദരിക്ക് എന്തു തോന്നുന്നു? പിന്നിലേക്ക് ജീവിതത്തിൻ്റെ ആദ്യകാല അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി വിലയിരുത്തുമ്പോൾ ഇപ്പോഴത്തെ ജീവിതവും ആ ജീവിതവുമായിട്ട് സഹോദരിക്ക് എന്ത് പറയാനുണ്ട്? അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയത് കഴിഞ്ഞു പോയി, പഴയതെല്ലാം നമ്മുടെ പിന്നിലേക്ക് എറിഞ്ഞുകൊണ്ട് മുൻപിലേക്ക് ഓടണം. ഈ വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തുവിന് വേണ്ടി നാം ജീവിച്ചിരിക്കുമ്പോൾ, നമുക്ക് ആരോഗ്യ ആയുസ്സുള്ളപ്പോൾ കർത്താവിന് വേണ്ടി ജീവിച്ച് അനേകർക്ക് നമ്മൾ പ്രയോജനമായി തീരേണ്ടതിന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് യാത്ര ചെയ്താൽ നിശ്ചയമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും. കാരണം ഈ ദൈവം തീയാകുന്നു. അല്ല, നമ്മുടെ സഹോദരിയുടെ ജീവിതത്തിന്റെ ആദ്യകാല അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുന്നത്, വളരെ പരിതാപകരമായ അനുഭവത്തിലൂടെ കടന്നുപോയി. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ നമുക്കൊരു നിത്യതയുണ്ട്, നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്. ശരിയാണ്. പക്ഷെ നമ്മുടെ പ്രസന്റിലുള്ള ഈ ലോക ജീവിതത്തിൽ എന്താ പറയുക, ആദ്യകാല അനുഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സന്തോഷമാണോ ജീവിതത്തിൽ? ഇപ്പോഴുള്ള ജീവിത സന്തോഷമാണ് ഏറെ നല്ലത്. അത് സന്തോഷമല്ല എന്ന് എനിക്കത് കർത്താവ് ബോധ്യപ്പെടുത്തി തന്നു. അത് പാപകരമായ ജീവിതം, അത് നാശത്തിലേക്കുള്ള വഴി, അത് ഇരുളടഞ്ഞ വഴി, അത് അന്ധകാരത്തിന്റെ വഴി, നമ്മളെ പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പിശാച് സദാസമയം നമ്മളെ പലതിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോകുന്ന വഴി. എന്നാൽ ആ വഴികളെ വിട്ട് ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു എന്ന വെളിച്ചത്തിലൂടെ നമ്മളെ നയിച്ച് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ പരസ്യമായി എന്റെ നാമത്തിൽ നിർത്തും, നീ എന്റെ വേല ചെയ്ത് ഉപജീവനം കഴിക്കും. അങ്ങനെയെങ്കിൽ ഈ കർത്താവിനെ വിട്ട് ഇന്നത്തെ സന്തോഷവും ഇന്നത്തെ സമാധാനവും അതിൽ കവിഞ്ഞ് മറ്റൊന്നും നമുക്ക് ഈ ലോകത്തിലില്ല. ഇതാണ് ക്രിസ്തു. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു. ഒരു മനുഷ്യനും തരുവാൻ പറ്റാത്തതായ വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ നൽകി തന്ന, ഇന്നും നമ്മെ വിശ്വസ്തയോടുകൂടെ കാക്കുന്ന ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. ഒരു വാക്ക് കർത്തദാസി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ. സ്വർഗസ്നേഹ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം ദൈവസന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ജോയ്സ് ടിവിയിലൂടെ ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഇത് കാണുന്ന പ്രേക്ഷകർക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമുട്ടുകളോ ഞെരുക്കങ്ങളോ, അവരുടെ ജീവിതത്തിലെ അവിശ്വാസങ്ങളോ, അവരുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന വേദനകളോ രോഗങ്ങളാകട്ടെ, ഇന്ന് പകൽക്കാലം കർത്താവിടുന്ന് അതിനെല്ലാം മാറ്റുവാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ
കർത്താവെ, അടിയൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരട്ടെ. ഇങ്ങനെയൊരു സംപ്രേഷണം ചെയ്യുവാൻ അടദാസനെ ദാസിയെ ഒരുക്കുക. ആ വലിയ ദൈവത്തെ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് കർത്താവെ. അടിയനും ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ, അതിനായി ദൈവത്തിന് നന്ദിയോടെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ് കർത്താവെ. ആമേ, സ്തോത്രം. ഇത് ഇനിയും അനേകർക്ക് പ്രയോജനമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് സർവശക്തന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.